ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. അതായത് നമ്മൾ മറവി സംഭവിക്കാം. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് റിമൈൻഡ് ചെയ്യണേ. ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞതാ. ഓക്കെ. എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണോ? Yes, visible. Yes, yes. ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് തീരെ ഇല്ലാത്ത ഒരു രണ്ട് മൂന്ന് പേരൊന്ന് അൺമ്യൂട്ട് ചെയ്ത് വെക്കണേ. ഒരു ഇന്ററാക്റ്റീവ് സെഷൻ അല്ലെങ്കിൽ ഒരു വോട്ട് ഫീലിംഗ് ഉണ്ടാവും. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇരിക്കാൻ കൂടെ ചോദിക്കാമല്ലോ. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒരു മൂന്നാല് പേര് പ്ലീസ്. എല്ലാവരും എക്സൽ ഓപ്പൺ ചെയ്തെന്ന് വിചാരിക്കുന്നു. ബ്ലാങ്ക് എക്സൽ ഷീറ്റ്. നമുക്കൊരു ചെറിയൊരു കേസ് സ്റ്റഡി ത്രൂ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ആക്ച്വൽ ഇന്ന് പ്ലാൻ ചെയ്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. സപ്പോസ് നിങ്ങൾക്ക് ഒരു അർജന്റ് ടാസ്ക് നിങ്ങളെ മാനേജറിന്റെ സൈഡിൽ നിന്ന് കിട്ടി. ഐ മീൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ആണ്. യു സപ്പോസ് ടു ഫീഡ് സം റിപ്പോർട്ട് ഇൻ എക്സൽ. സോ ബോത്ത് ഓഫ് യു നോ ദാറ്റ് ഇറ്റ് ടേക്സ് അറ്റ്ലീസ്റ്റ് 8 to 9 hours ഓഫ് ടൈം. ഒരു ഹോൾ ഡേ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ മാനേജറിനും അറിയാം. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഐ മീൻ ഒരു എക്സൽ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്തു. ബുക്ക് 1 എന്നുള്ള യു സ്റ്റാർട്ട് ഫീഡിങ് ദി ഡാറ്റ. ഓക്കെ. ശേഷം ഒരു ആഫ്റ്റർ ഒരു 3 to 4 hours നിങ്ങൾ ഒരു ലഞ്ച് ബ്രേക്കിന് ഇറങ്ങാണ്. നിങ്ങളത് ഈ ഡാറ്റ ഐ മീൻ എക്സൽ ഷീറ്റ് നിങ്ങൾ ക്ലോസ് ചെയ്യുന്നു. ഡോൺ സേവ് ക്ലിക്ക് ചെയ്തു. ഇത് എനിക്ക് തോന്നുന്നത് ഒരു ഇതെല്ലാവർക്കും ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനി വൺ, റൈറ്റ്? സോ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഡോൺ സേവ് അടിച്ചിട്ട് യെസ് ഓർ നോ? Yes. നമ്മളിങ്ങനെ Yes, yes, sure. ഡാറ്റ ഫീഡ് ചെയ്യുന്നു, അത് ഡോൺ സേവ് അടിക്കുന്നു. ആ, പിന്നെ അത് വീണ്ടും അത് ഫീഡ് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ വീണ്ടും ഒരു IT പേഴ്സണെ കണ്ടെത്തേണ്ടി വരുമോ? നിങ്ങൾ ഈ കേസിൽ നിങ്ങൾ പൊതുവേ എന്താ ചെയ്യുക എന്നുള്ളത് ഒന്ന് റാൻഡംലി പറയോ? പല സൊല്യൂഷൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ചോദിക്കുകയാണ്, ഈ കേസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ എങ്ങനെയാണ്? ഓപ്പണായി പറയാം. ഇന്റേണൽ ടീം കണക്ട് ചെയ്തിട്ടില്ല, എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഇന്റേണൽ ടീം. ഓക്കെ, IT ടീം, റൈറ്റ്? ഓക്കെ. Right. ആൻഡ് നെക്സ്റ്റ്. Sage, ഹാ Sage tab recently updated Excel tab ഉണ്ടാവില്ലേ? ഓക്കെ, റീസെന്റ് അപ്ഡേറ്റഡ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ്, റീസെന്റ് ഫയൽസ്. വേറെ എന്തെങ്കിലും? ഓട്ടോ സേവ് നടക്കുമോ? മുകളിലുള്ള എൻ്റെ ഇതിൽ കാണുന്നുണ്ട് 365. അത് നടക്കുമോ? ചാൻസ് ഉണ്ട്. ഓട്ടോ സേവ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓൺ ചെയ്താല് അപ്ഡേറ്റഡ് ക്ലൗഡിൽ സേവ് ആവും. എവിടെ സേവോ? ക്ലൗഡിൽ ക്ലൗഡ്. OneDrive. ഓക്കെ. ഇനി അത് ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ്ലി എന്താ പറയാ, ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ആയിരിക്കും, പക്ഷെ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കും കേട്ടോ. വേറെ എന്തെങ്കിലും പറയാം? അതായത് പിന്നെ ഇതില് നമ്മളെ ഓട്ടോ സേവില് തന്നെ നമുക്ക് ഞാൻ കണ്ടൊരു ഏതൊരു പിന്നെ ഒരു വീഡിയോയില് മീൻസ് അതായത് നമുക്കെന്തോ ഒരു സെക്കൻഡ് വെച്ചിട്ട് സേവിങ്സ് എന്തോ ചെയ്യാം, അങ്ങനെ എന്തോ ഒരു ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ സേവിൽ തന്നെ നമുക്ക് ഡാറ്റ കിട്ടും എന്നാണ് എൻ്റെ ഒരു ഓട്ടോ സേവ് തന്നെ. ഓക്കെ, നോക്കാം നോക്കാം. ഓക്കെ, ഓൾറൈറ്റ്. നമുക്ക് ആദ്യം ഞാൻ സൊല്യൂഷൻ കാണിച്ചിട്ട് ഒന്ന് 1 by 1 ഡിസ്കസ് ചെയ്യാം. ഇന്റേണൽ IT ടീം. ഒരു പക്ഷേ ഇന്റേണൽ IT ടീം എന്നുള്ളത് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരിപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന സൊല്യൂഷൻ ത്രൂ നിങ്ങൾക്ക് തന്നേക്കാം. അതുമല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടോ സേവ് ഓപ്ഷനിലേക്ക് അതിൽ കൂടെ ഡ്രൈവിൽ നിന്നും ബാക്കപ്പ് ഉള്ള ഫയൽ തന്നേക്കാം. അപ്പോൾ ഞാൻ ഓട്ടോ സേവിലേക്ക് വരാം കേട്ടോ. ഓക്കെ, അതായത് ഇന്റേണൽ IT ടീം, അത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. റീസെന്റ് ഫയൽ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ റൈറ്റ് സൈഡ് കാണുന്ന റീസെന്റ് ഫയൽ കംപ്ലീറ്റ് നമ്മൾ സേവ് ചെയ്ത ഫയലേ കിട്ടുള്ളൂ കേട്ടോ. സേവ് ചെയ്യാത്ത ഫയൽ ഒരിക്കലും കിട്ടില്ല. ഇപ്പം ഞാൻ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ? ഫുൾ സേവ് ചെയ്ത ഫയലാണ്. ഒരു ബുക്ക് 1 എന്നുള്ള ഫ്രഷ് ഫയൽ കാണിക്കുന്നുണ്ട്. അപ്പൊ സേവ് ചെയ്ത ഫയൽ അത് കിട്ടുള്ളൂ. പക്ഷെ നമ്മളെ കേസ് എന്തായിരുന്നു? സേവ് ചെയ്യാണ്ട് ക്ലോസ് ചെയ്ത ഫയലാണ്, അത് കിട്ടില്ല. ഓക്കെ, ഓട്ടോ സേവ്.
ഓട്ടോ സേവ് എനിക്ക് തോന്നുന്നില്ല എല്ലാ സിസ്റ്റത്തിലും മുകളിൽ കാണുന്നുണ്ട് എന്നുള്ളത്. ഇല്ലല്ലോ, എനിക്ക് തോന്നുന്നു മെജോറിറ്റി ആൾക്കാർ ഇത് കാണുന്നുണ്ടാവില്ല. ഓട്ടോ സേവ് കാണുന്നുണ്ടോ? ഇല്ലാത്ത ആൾക്കാർ ഇതിലില്ലേ ഈ ഒരു ഓപ്ഷൻ മുകളിൽ കാണുന്നത്? Yes. യെസ്. ഈ ഓട്ടോ സേവ് ഓപ്ഷൻ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 365-ലാണ്, ലേറ്റസ്റ്റ് വേർഷനിലാണ്. ഓട്ടോ സേവ് നേരത്തെ റിജിന പറഞ്ഞതുപോലെ തന്നെ ഇതൊരു നമ്മളിപ്പം ഗൂഗിളിൻ്റെത് ഗൂഗിൾ ഡ്രൈവ് ആണെങ്കിൽ മൈക്രോസോഫ്റ്റിനുണ്ട് ഡ്രൈവ്, വൺ ഡ്രൈവ് എന്ന് പറയും. അപ്പം ഞാൻ അത് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലോഗിൻ ചെയ്യുമ്പോൾ ഞാൻ ഫീഡ് ചെയ്യുന്ന കംപ്ലീറ്റ് ഡാറ്റ സെറ്റ് അതിലേക്ക് ബാക്കപ്പ് കൊടുത്തും കൊണ്ട് നിൽക്കും. ഓക്കെ. പക്ഷെ അതിനൊരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങളിപ്പം യൂസ് ചെയ്യേണ്ടത് ലേറ്റസ്റ്റ് വേർഷൻ ആയിരിക്കും, അല്ലാണ്ട് ഇത് കിട്ടില്ല ഓട്ടോ സേവ് ഓപ്ഷൻ. എല്ലാ വേർഷനിലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സൊല്യൂഷൻ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞത് ഞാൻ ഇപ്പം ഈ ചെയ്യുന്ന ഡാറ്റയ്ക്ക് ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്യണമെങ്കിൽ, അതായത് ക്ലോസ് ചെയ്തു സേവ് ചെയ്യാണ്ട് ക്ലോസ് ചെയ്തിട്ട് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ അതിൻ്റെ ചെറിയൊരു ഓപ്ഷനിലൊരു ബാക്കിൻ്റെ ഒരു ലോജിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഫയൽ ക്ലിക്ക് ചെയ്യാം. ഫയൽ, ഓപ്ഷൻസ്, ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു വിൻഡോ കാണുന്നുണ്ടാവും നിങ്ങൾക്ക്. അതിൽ ലെഫ്റ്റ് സൈഡ് സേവ് എന്നുള്ള ഒരു ടാബ് കാണാം. സേവിൻ്റെ അണ്ടറിൽ സേവ് ഓട്ടോ റിക്കവർ ഇൻഫർമേഷൻ എവറി 10 എന്നായിരിക്കും ബൈ ഡീഫോൾട്ട് നിങ്ങൾ സിസ്റ്റത്തിൽ കാണിക്കുന്നത്. യെസ് ഉണ്ടോ? മെജോറിറ്റി സിസ്റ്റത്തിൽ അല്ലേ? 10. 10 തന്നെ ആയിരിക്കും. നിങ്ങളത് ചേഞ്ച് ചെയ്യാണ്ട് 10 എന്നായിരിക്കും കാണിക്കുന്നത്. എല്ലാവരും സെയിം ട്രാക്കിലല്ലേ? അല്ലേ? ഓൾ ഓഫ് യു? Yes, yes. യെസ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ 10ന്റെ ലോജിക്ക് എന്താണ് ആക്ച്വലി? എന്താ 10 അവിടെ വരാൻ കാരണം? ഞാൻ 1 എൻ്റെ സിസ്റ്റത്തിൽ ഇട്ട്. സോ വാട്ട്സ് ദ ലോജിക് ബിഹൈൻഡ് ദാറ്റ്? 10 and 1 എന്തായിരിക്കും അത്? ഓട്ടോ സേവിങ് എവറി 10 മിനിറ്റ്സിലും ഇതിലാവുമ്പോൾ 1 മിനിറ്റിലും. അതന്നെ, അത് ഓട്ടോ സേവ് മീൻസ് എവിടെ ഇപ്പോൾ സേവ് ആവുന്നത്, അതായത് ഓരോ 1 മിനിറ്റ്. ഇപ്പം എൻ്റെ സിസ്റ്റത്തിലാണെങ്കിൽ എവറി 1 മിനിറ്റ് ഇറ്റ് കീപ്പ് ഓൺ സേവിങ് ദ ഡാറ്റ ഇൻ ബാക്ക് എൻഡ്. അത് നമ്മൾ സേവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്ക് എൻഡിൽ ഒരു പാത്തിൽ സേവ് ചെയ്ത് വെക്കും. ആ പാത്രം താഴെ കാണുന്ന ഒരു പാത്ത് കണ്ടില്ലേ? സി ഡ്രൈവ് കാണുന്നുണ്ടല്ലേ? ഓക്കെ. ഈ പാത്ത് ആരാ ക്രിയേറ്റ് ചെയ്യുന്നത്? ഹൂസ് ക്രിയേറ്റിംഗ് ദിസ് പാത്ത് ആൻഡ് വെൻ? നിങ്ങളാണോ? മാനുവലി എവിടെയും ചെയ്ത് വെച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്? ഈ പാത്ത് ഓട്ടോ റിക്കവർ ഫയൽ ലൊക്കേഷൻ കാണുന്നില്ലേ? അത് എപ്പോഴാണ്? ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആക്ച്വലി? നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നല്ലേ? System. മനസ്സിലായില്ല? സിസ്റ്റമാണ് എന്ത്? നമ്മളല്ലേ ആ, ക്രിയേറ്റ് ചെയ്യുന്നത്? എപ്പം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഇത് No, OS system. ഇൻസ്റ്റാൾ ചെയ്യും. System installation ചെയ്യുമ്പോൾ Install ചെയ്യുമ്പോൾ. എക്സാക്ട്ലി, യെസ്. നമ്മളിപ്പോൾ MS ഓഫീസിൽ നിന്നല്ല, ഇപ്പോൾ ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വി കീപ്പ് ഓൺ ബ്ലൈൻഡ്ലി ക്ലിക്ക് ഓൺ നെക്സ്റ്റ് ഫിനിഷ്. ആ പരിപാടിയാ അല്ലേ? അപ്പോൾ ബാക്കിൽ ഇങ്ങനെ റൺ ചെയ്യുന്നത് കാണാം. ഇപ്പോൾ ഈ മൈക്രോസോഫ്റ്റിന്റെ സെക്കൻഡ് സ്ക്രീനിൽ നമ്മളോട് ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്, ഒരു സി ഡ്രൈവിൽ ഒരു ഫോൾഡ് ക്രിയേറ്റ് ചെയ്തോട്ടേന്ന്. ഇപ്പം നെക്സ്റ്റ് അടിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ പെർമിഷൻ കൊടുക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ബൈ ഡീഫോൾട്ട് 10 ആണ് അവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ 10 ഒന്ന് മാറ്റി 1 എന്നാക്കിയോ, സേഫർ സൈഡ്. മാക്സിമം 120 വരെ സെറ്റ് ചെയ്യാം. അപ്പോൾ 1 മിനിറ്റ് നാക്കിക്കോളൂ. ഇപ്പം തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിൽ മിനിറ്റിന് പകരം സെക്കൻഡ്സ് അത്രക്കും നല്ല സെക്കൻഡ്സ് ഓപ്ഷൻ ഇല്ല. മേ ബി they gonna introduce that feature in upcoming version. മിനിറ്റ്സ് ഓപ്ഷൻ ആണത്. ഇനി കുറച്ചും കൂടി സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ലേറ്റസ്റ്റ് വേർഷൻ ആണെങ്കിൽ എല്ലാത്തിനും ഉണ്ടാവണമെന്നില്ല. ഒരു ഫീൽഡ് കാണാം, ഡേയ്സ് ടു കീപ് ഫയൽ ഇൻ ദിസ് ഓഫീസ് ഡോക്യുമെന്റ് ക്യാച്ച് എന്നുള്ളൊരു ഫീൽഡ് കാണുന്നുണ്ടോ? എല്ലാത്തിനും ഉണ്ടാവണമെന്നില്ല. ലേറ്റസ്റ്റ് Yes. കാണുന്നുണ്ട്. ബൈ ഡീഫോൾട്ട് 14 ആണോ കാണിക്കുന്നത്? 14 അതെ. അല്ലേ? അതെന്താ അതെ. 14 കാണിക്കുന്നത്? നിങ്ങൾ എൻ്റെ 13 കാണിക്കുന്നുണ്ട്. എന്താ മനസ്സിലായില്ല? അതെന്തുകൊണ്ടായിരിക്കും അത്? അതായത് ആ ഒരു സെന്റൻസ് വായിച്ചു നോക്കൂ. ആ ഫോൾഡറിലല്ല, മുകളിലുള്ള പാത്തിലാണ് സേവ് ചെയ്ത് വെക്കുന്നത്. അത് ബൈ ഡീഫോൾട്ട്
ഈ ഫീച്ചർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ബൈ ഡീഫോൾട്ട് 14 ദിവസം വരെ അതിലുണ്ടാവുള്ളൂ നിങ്ങളുടെ സിസ്റ്റത്തിൽ. 14th ഡേ മിഡ് നൈറ്റ് 12 o'clock ഇത് പെർമനന്റ്ലി ഡിലീറ്റ് ഫ്രം സിസ്റ്റം. അത് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്ത് വെച്ചത്, പ്രോഗ്രാം ചെയ്ത് വെച്ചതാണ്. അപ്പം നിങ്ങൾ എന്താക്കുക, 14 ഉള്ളത് ഈ ഫീൽഡിലുള്ള ആൾക്കാർ 14 ഉള്ളത് 30 ആക്കിയുള്ളൂ. അപ്പം 30 ദിവസം വരെ നമുക്ക് കിട്ടും. 31 ആക്കാൻ പറ്റില്ല. ആ ഫീൽഡ് ഓപ്ഷൻ ഇല്ലാത്ത ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുക. ബൈ ഡീഫോൾട്ട് 14 ദിവസം വരെ ഉണ്ടാവും എന്നുള്ളത്. ഇത് ലേറ്റസ്റ്റ് വേർഷനിലാണ് ഈ ഫീച്ചർ വന്നത്. ഓക്കെ. ഓക്കെ, ഇനി ഞാൻ ഇവിടുത്തെ കുറച്ച് സെറ്റിങ്സ്, ഇതിന്റെ ബാക്കിലുള്ള സൊല്യൂഷൻ നമുക്ക് തരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു അതിനൊരു ലോജിക് ഉണ്ട്. അതിന്റെ ബാക്കിൽ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി പെർമനന്റ്ലി ഇനി അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഐ മീൻ ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി തിരിച്ച് ആ നഷ്ടപ്പെട്ട ഫയൽ ഇപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ റിക്കവർ ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഫയൽ മുമ്പേ നിങ്ങൾ സേവ് ചെയ്യാണ്ട് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ റിക്കവർ ചെയ്യാൻ നോക്കാം. ഫയൽ ക്ലിക്ക് ചെയ്യുക, ഫയൽ ഓപ്പൺ, ഓപ്പൺ, താഴെ കാണാം റിക്കവർ അൺസേവ്ഡ് വർക്ക് ബുക്ക് എന്ന് കാണുന്നുണ്ട് ഒരു ടാബ്. Yes. റിക്കവർ അൺസേവ്ഡ് കാണുന്നുണ്ടോ? Yes. അത് ക്ലിക്ക് ചെയ്യുക, ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ എനിക്ക് 2 ഫയൽസ് കാണുന്നുണ്ട്. നിങ്ങളുടെ സിസ്റ്റത്തിൽ കാണുന്നുണ്ട് ഏതെങ്കിലും ഫയൽ സെറ്റോ നോക്കി നോക്കൂ. ബുക്ക് വാർഡ് വെച്ചിട്ട് ഫയൽ ഏതെങ്കിലും കാണുന്നുണ്ടോ? ഒരു ഫയൽസും ഇല്ല. വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഉണ്ട് ഉണ്ട്. ഉണ്ട്, കാണുന്നുണ്ട്. ഉണ്ട് കാണുന്നുണ്ട്. ഉണ്ട്. അവിടെ ആ ഫയലിന്റെ നെയിമിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡേറ്റും ടൈമും കാണാം. അത് വെച്ച് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്തൂടെ ഇതാണ് നഷ്ടപ്പെട്ട ഫയൽ. ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ റിക്കവർ അൺസൈഡ് വർക്ക് ബുക്ക് പറഞ്ഞിട്ട്. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ആ നഷ്ടപ്പെട്ട ഫയൽ ഉള്ളവർക്ക് മാത്രം. കാണുന്നുണ്ടോ അവിടെ? ഓപ്പൺ റിക്കവർ അൺസൈഡ് വർക്ക് ബുക്ക്. അതിലുള്ള ഫയൽസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫയൽസ് കിട്ടും. കിട്ടിയോ? റിക്കവർ ചെയ്തോ ഫയൽ? വീണ്ടും ഒരു ചാൻസ് തരാണ് സേവ് ചെയ്യാനുള്ള. കിട്ടി. കിട്ടിയോ? അതായത് ഓക്കെ. yeah. അപ്പം ആ സൊല്യൂഷനോടെ എൻ്റെ ഈ സംഭവമായിരിക്കും ഒരു പക്ഷേ നിങ്ങളെ നേരത്തെ ആരോ എനിക്കൊരു അവിനാശ പറഞ്ഞു IT പേഴ്സൺ ചെയ്തു തരുന്നത് ആണോ? ഇതാണോ സംഭവം? അവർ ഇതിൽ കൊണ്ടാണ് എടുക്കുന്നത്. ഇതാണോ ആകെയുള്ള സൊല്യൂഷൻ? പിന്നെ ഉള്ളത് ക്ലൗഡിൽ കൂടെ എടുക്കാൻ പറ്റും. അത് എല്ലാ വെർഷനും പറ്റില്ല മാത്രം. ഇതെനിക്ക് വൺ ടൈം ഇങ്ങനെ ഒരു ഡേറ്റ എൻ്റെ ഒരു വലിയ ഹ്യൂജ് ഡേറ്റ പോയിട്ടുള്ളൂ. അപ്പോൾ അവരെങ്ങനെ എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. മേ ബി അതൊരു ഇങ്ങനെ 4 years back. റിക്കവർ ചെയ്തിട്ടുണ്ടാവും. മേ ബി അതെ. ഒരു ഓപ്ഷൻ അയക്കാം. കാരണം ഹ്യൂജ് ഡാറ്റ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത്രമാത്രം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ 10 minutes കൂടെ അത് സേവ് ചെയ്തുകൊണ്ടേ നിൽക്കും. ഇപ്പോൾ ഞാൻ അതാ ഇനിഷ്യൽ പറഞ്ഞത്, ഇനിയുള്ള ഓരോ ഇതിൽ കാണുന്ന ഓരോരോ ഫീച്ചേഴ്സും ഒരു പക്ഷേ ചെറുതായി തോന്നും, പക്ഷെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്വിക്കായിട്ട് നോട്ട് ചെയ്യേണ്ടത്. നിങ്ങളായിരിക്കും റെക്കോർഡ് സെഷൻ ഉണ്ടല്ലോ, ഞാൻ ബെറ്റ് വെച്ചാൽ 99% ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല. ഇതൊരു പ്രീ റെക്കോർഡ്സും റെക്കോർഡ് സെഷൻസും. അപ്പോൾ ഇങ്ങനത്തെ ക്വിക്കായിട്ടുള്ള സംഭവം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ 10 ഉള്ളത് 1 ആക്കിയതും പ്ലീസ്. ഞാൻ 2 മിനിറ്റ് ടൈം തരാം. ക്വിക്ക് പ്ലീസ്. ഡിജിറ്റൽ നോട്ട് ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നോട്ട് പാഡ് ആയാലും കുഴപ്പമില്ല.
ഇതില് എനിക്കറിയാം എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടാവും, മ്യൂട്ട് ചെയ്ത് വെച്ചതാണ്. അതിൽ ചില ആൾക്കാരുണ്ടാവും, എല്ലാ ബാച്ചിലും ഉണ്ടാവുന്നതാണ്. ആ, പഠിക്കാൻ അത്രക്കും ആഗ്രഹം ഉണ്ടാവും, പക്ഷേ ഓപ്പണായി ചോദിക്കാൻ ഭയങ്കര ഹെസിറ്റേഷൻ ആയിരിക്കാം. അപ്പം എനിക്കൊരു സജഷനാണ്, കാരണം നമ്മൾ അത്രക്കും ബാച്ച് നമ്പർ ഓഫ് ആൾക്കാരെ മിനിമൈസ് ചെയ്ത് വെച്ചതാണ്. അപ്പം നിങ്ങൾ ഓപ്പണായി ചോദിച്ചിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ലോസ് നിങ്ങൾക്കായിരിക്കും. മനസ്സിലായിട്ടില്ല, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഡൗട്ട് ക്ലിയർ സെഷനിൽ എന്താകും, ആൾക്കാരൊന്ന് കുറയും. അത് മാൻഡറ്ററി അല്ല, അത് മനസ്സിലായിട്ടില്ലെങ്കിൽ മാത്രം അതിലിരുന്നാൽ മതി. വീക്കിലി ഒരു സെഷൻ അതിൽ ക്ലിയർ ചെയ്യണമെങ്കിലും പറ്റണം, റെക്കോർഡ് സെഷൻ കണ്ടുകൊണ്ട്. ഓക്കെ, ജസ്റ്റ് പീസ് ഓഫ് സജഷൻ. എൻ്റെ റിക്കവറി ഫയലിൽ അത് കാണിക്കുന്നില്ലല്ലോ. റിക്കവറി ഫയല് കാണിക്കുന്നില്ല, അത് ഉണ്ടാവില്ല. റിക്കവർ അൺസൈഡ് വർക്ക് ബുക്കിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബോക്സ് എം ടി എന്നാണോ കാണിക്കുന്നത്? അല്ല, ഈ ഏ ഇപ്പം ബുക്ക് 1 ഇപ്പം നമ്മൾ ക്ലോസ് ചെയ്തില്ലേ, ആ ഫയൽ കാണിക്കുന്നില്ല. ഇന്നലെ വരെയുള്ള ഫയൽ കാണിക്കുന്നുണ്ട്. ഒറ്റ സെക്കൻഡ്, നിങ്ങൾ ഉദ്ദേശിച്ചത് ഓപ്പൺ. ഇത് എന്റെ സ്ക്രീൻ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതെ. ഇവിടെ ആ, കാണുന്നില്ല എന്ന് പറയുന്നത്. അതെ അതെ അതെ. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ട്രൈ ചെയ്തിരുന്നു? ഇപ്പം ബുക്ക് 1 നമ്മളിപ്പം സെർച്ച് ചെയ്തൊക്കെ ചെയ്തായിരുന്നു. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ 1 മിനിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ, 1 മിനിറ്റ് ആക്കിയിട്ട് 1 മിനിറ്റ് ശേഷം നിങ്ങൾ ക്ലോസ് ചെയ്തത്. അല്ലല്ല, അതിന് മുമ്പേ ക്ലോസ് ചെയ്ത്. ആ, അതായിരിക്കും അല്ലേ. യെസ്, 1 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ അതാണല്ലോ എൻ്റെ ഇത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ, ഫ്രീ ടൈമിൽ നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഇത് വർക്ക് ചെയ്യുന്നില്ല, ചില ആൾക്കാരുണ്ടാവും, അത് ക്രാക്ക് വേർഷൻ ആയിരിക്കാം കേട്ടോ. ഒറിജിനൽ വേർഷനേ നടക്കുള്ളൂ. അതൊരു ഇഷ്യൂ ഉണ്ടാവും. ചില ആൾക്കാർ പറയും, ഞാൻ ചെയ്തു 1 മിനിറ്റ് അല്ല 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം സാധനം കാണുന്നില്ല, അപ്പൊ നിങ്ങൾ വേർഷൻ ചെക്ക് ചെയ്യുക, ഒറിജിനൽ വേർഷൻ ആണെന്നുള്ളത്. അത് ഇത് എന്നല്ല, ഏത് ഫീച്ചേഴ്സ് ആണെങ്കിലും. ഓൾറൈറ്റ്, ഈ നെക്സ്റ്റ് നിങ്ങളെ വർക്കിന്റെ ഭാഗമായതുകൊണ്ട് നിങ്ങൾ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എക്സൽ വർക്ക് ബുക്കിൽ ഒരു അപ് ടു 255 ഷീറ്റ്സ് വരെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ബൈ ഡീഫോൾട്ട് ഷീറ്റ് 1 എന്നാണ് കാണിക്കുന്നത്. പഴയ വേർഷൻ 2010 മുകളിലുള്ള വേർഷൻ 7.3-ലൊക്കെയാണ് ബൈ ഡീഫോൾട്ട് 3 ഷീറ്റ്സ് ഒക്കെ നിങ്ങൾ പണ്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം ഷീറ്റ് 1 എന്ന ബൈ ഡീഫോൾട്ട് കാണിക്കുന്നത്. പിന്നെ നമ്മൾ മാനുവലി ആഡ് ചെയ്യില്ല താഴെ. അങ്ങനെ ഒരു 255 ഷീറ്റ്സ് വരെ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും, മാക്സിമം 255. സപ്പോസ് നിങ്ങൾ വർക്കിന്റെ ഭാഗമായതുകൊണ്ട്, ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായതുകൊണ്ട് ഒരു 20-25 ഷീറ്റ്സ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചെന്ന് വിചാരിക്കുക. ഓക്കെ, 20-25 ഷീറ്റ്സ്. അപ്പം അതിൽ ഒരുപാട് ഫോർമുലാസ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്, ചാർട്ട്സ് ഉണ്ട്, ഈവൻ പിക്ചേഴ്സ് ഉണ്ട്, ഈവൻ കോഡിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചില ടൈമിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, സിസ്റ്റം അതിങ്ങനെ ഫയല് ക്ലോസ് ചെയ്യാനും ഹാങ് ആവുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും, അത് ഭയങ്കര ലോഡ് ചെയ്യാൻ ടൈം എടുക്കുന്നത്. റൈറ്റ്, അപ്പം വലിയ വലിയ ഫയൽസ് ഒക്കെ നിങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ആ ഫയൽ സൈസ് ഒന്ന് കംപ്രസ് ചെയ്യാൻ വേണ്ടി നോക്കാം, കംപ്രസ് സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അത് എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൈക്രോസോഫ്റ്റ് തന്നെ ഒരു എക്സ്റ്റൻഷൻ തരുന്നുണ്ട്. സപ്പോസ് ഇപ്പം ഞാനിപ്പോൾ ഒരു ഫയൽ സേവ് ചെയ്ത്, പൊതുവെ ഫയൽ ക്ലിക്ക് ചെയ്യുന്നു, സേവ് ആസ്, ഇവിടെ എന്ത് കൊടുക്കുന്നു, ഒരു പാത്ത് കൊടുക്കുന്നു, പാത്തിൽ എൻ്റെ പേര് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു അല്ലേ. ഇവിടെ നമുക്ക് ആ റെസ്പെക്റ്റീവ് ഫോൾഡർ കൊടുത്ത് ചൂസ് ചെയ്തുകൊണ്ട് ഇവിടെ പേര് കൊടുത്ത് സേവ് ചെയ്യില്ല. പക്ഷെ താഴെയുള്ള എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ, എക്സൽ വർക്ക്, ഇവിടെ നമ്മൾ അങ്ങനെ ബോധഡ് ആവാറില്ല, ആരുമില്ല അല്ലേ, ബ്ലൈൻഡ്ലി സേവ് ചെയ്യില്ല. ഇനി അങ്ങോട്ട് നിങ്ങൾ വലിയ വലിയ ഫയൽസ് ഒക്കെ ഡീൽ ചെയ്യാൻ നേരത്ത് .xlsxന് പകരം .xlsp ചൂസ് ചെയ്യുക. അതായത് ഈ ബൈനറിയിലേക്ക് മാറ്റുമ്പോൾ എന്താ അറിയോ, നിങ്ങൾ വിത്തൗട്ട് ചേഞ്ചിങ് എനി എക്സിസ്റ്റിംഗ് ഫോർമുലാസ് ഓർ ഫങ്ഷൻ, ഇറ്റ് വിൽ കംപ്രസ് യുവർ ഫയൽ. അതായത് ക്ലോസ് ടു 20-25% the file size will reduce without impacting your existing functionality. ഓക്കെ, എല്ലാത്തിനും അല്ല, ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇമെയിൽ ത്രൂ നിങ്ങളൊരു ഫയൽ അയക്കുമ്പോൾ മാക്സിമം ഒരു ജിമെയിലിൻ്റെ ഒരു കപ്പാസിറ്റി 25 MB ആണ്. അതിൻ്റെ എബോവ് പോകുമ്പോൾ അത് ഡ്രൈവിലേക്ക് മാറും, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു വലിയ വലിയ ഫയൽസ് ഒക്കെ നിങ്ങൾ ഡീൽ ചെയ്യാൻ നേരത്ത് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യുക .xlsp അല്ലെങ്കിൽ എക്സൽ ബൈനറി വർക്ക് ബുക്കിലേക്ക് മാറ്റണം. ഓക്കെ, നിങ്ങളൊരു ഫ്രീ ടൈമിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളെ വർക്ക് ഫയൽ ഏതെങ്കിലും ഉണ്ടാവും, വലിയ വലിയ ഫയൽസ്, അതൊന്ന് XLXP-ലേക്ക് മാറ്റാം, വേറൊന്ന് .xl വർക്ക് ബുക്കിലേക്ക് മാറ്റാം. അപ്പം നിങ്ങൾ ആ ഡിഫറൻസ് കാണുന്നുണ്ടാവും റൈറ്റ് സൈഡ്. വലിയ ഫയൽസ് കേട്ടോ, ചെറുതല്ല ഞാൻ പറയുന്നത്, എന്നാലും നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റുമോ. അതായത് എക്സൽ ബൈനറി ഫയലിലേക്ക് മാറ്റും അല്ലെ? ബൈനറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ആ ഒരാൾക്ക് അയക്കുമ്പോൾ ഫയൽ കുറച്ച് ചെറുതാവും, കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വലിയ വലിയ ഫയൽസ് ഒക്കെ. നമ്മൾ ഡയറക്റ്റ് ഇമെയിലിൽ നിന്ന് ആ വലിയ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ സേവ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ
ടൈം കുറയോ? ഡയറക്റ്റ് ഇല്ല അതായത് ഈ ബൈനറിക്കൽ മാറ്റിയിട്ടാ. അല്ല, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഇങ്ങോട്ടാ വന്നത് ആ പ്രീമിയർ, ആ വലിയൊരു ഡേറ്റ ആ ഓപ്പൺ ചെയ്യുമ്പോൾ ടൈം എടുക്കും അത് ഓപ്പൺ ആയി വരാൻ. ആ അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഓപ്പൺ ചെയ്യുന്നതിന് പകരം സേവ് ഇങ്ങനെ ആക്കിയിട്ട് ഓപ്പൺ എക്സാക്ട്ലി ചെയ്യുന്ന. യെസ്, അങ്ങനെ ആക്കണം. നിങ്ങൾ ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്യരുത്, കാരണം അവർ അയച്ച ഫയൽ ബൈ ഡീഫോൾട്ട് എക്സ്റ്റൻഷൻ അയച്ചത്. ഇപ്പൊ നിങ്ങൾ സേവ് ആസ് കൊടുത്തിട്ട് ബൈനറിയിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഈ ഹാങ്ങിങ് ഇഷ്യൂ ഇത് മാത്രമല്ല കേട്ടോ. ആ സിസ്റ്റത്തിന്റെ റാം സൈസ് 4 GB ആയിരിക്കാം, അത് 16 ചിലപ്പം വേണ്ടി വരാം, അല്ലെ 8 GB വേണ്ടി വരാം. സിസ്റ്റത്തിന്റെ കോൺഫിഗറേഷൻ അത് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. ഇത് മാത്രമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ഒരു സജഷനാണ്, വലിയ വലിയ ഫയൽസ് ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ കംപ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാക്കാം. ഞാൻ സിസ്റ്റത്തിന്റെ ഓവറോൾ സ്പീഡ് ഫാസ്റ്റ് ഒക്കെ വേറൊരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ. ഓക്കെ. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞോളൂ. ഒരു ഡൗട്ട്, ബൈനറിയിലേക്ക് സേവ് ചെയ്ത ഫയല് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അത് അതിൽ തന്നെ ആയിരിക്കുമോ പോണ ആൾക്ക് കിട്ടുന്നതും? യെസ് യെസ്, ബൈ ഡീഫോൾട്ട്. അപ്പൊ അവർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഇല്ല ഉണ്ടാവുമോ? ഇല്ല, ഉണ്ടാവില്ല. അതാ നേരത്തെ അവിനാശം ചോദിച്ചത്. മൂപ്പര് പറഞ്ഞത് ബൈ ഒരു ചെയ്യുന്ന ആള് ഡോട്ട് എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഡിഫിക്കൽട്ടി ഉണ്ടാവും, ഓക്കെ. കാരണം ഫയൽ സൈസ് ഉണ്ട്, വലിയ വലിയ ഫയൽസ്. പിന്നെ സേവ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങളെ കേസിൽ ഇപ്പം പറഞ്ഞത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ, നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ എക്സ്റ്റൻഷനിൽ അങ്ങനെ ആയിരിക്കും, അപ്പോൾ ഇഷ്യൂ ഉണ്ടാവില്ല. ഓക്കെ. Yeah. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ചാറ്റിൽ നിന്ന് എക്സൽ ട്രിക്സ് ആൻഡ് ഹാക്സ് എടുത്തോളൂ. ഒരാളും ഫോളോ ചെയ്യുന്നില്ലേ? ആകെ 3-4 പേരാണ് ഓപ്പൺ ആയിട്ട് ചോദിക്കുന്നത്. എല്ലാവരും ഓക്കെ അല്ലേ അല്ലേ? നൈസ് നൈസ്. ഈ ഞാൻ അയച്ച ഷീറ്റിൽ തന്നെ, വർക്ക് ബുക്കിൽ തന്നെ മൾട്ടിപ്പിൾ ഷീറ്റ്സ് കാണാം അല്ലേ? ഡോക്ക് അറ്റാച്ച്, ഡാറ്റ ക്ലീനിങ്, പവർ ഓഫ് എക്സൽ ടേബിൾ, ലോക്ക് ആൻഡ് ഹൈഡ് ഫോർമുല എന്നൊക്കെ പറഞ്ഞുകൊണ്ടോ. ഓക്കെ. ഇത് എടുക്കുന്ന ചെറിയൊരു വേറൊരു ട്രിക്ക് കാണിച്ചു. ട്രിക്ക് ഇൻ ദ സെൻസ് വളരെ മൈന്യൂട്ട് ട്രിക്കാണ്, ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വർക്ക് ബുക്കിൽ അപ് ടു 255 ഷീറ്റ്സ് വരെ ഇൻസെർട്ട് ചെയ്യും. ഇതിൽ 4 ഷീറ്റാണ് ഉള്ളത്. പൊതുവേ നമ്മളൊരു ഷീറ്റിൽ നിന്ന് വേറെ ഷീറ്റിലേക്ക് പോകുക, അപ്പോൾ ഡോക്ക് അറ്റാച്ച് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് ആൻഡ് ലോക്ക് ഫോമുല ഓപ്റ്റ് ചെയ്യുന്നു അല്ലേ? മാനുവലി നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഒരു 50 ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ പൊതുവേ നമ്മൾ ചെയ്യുക, ഇവിടെ ഒരു ആരോ മാർക്ക് ഇവിടെ ഉണ്ടാവും, ലെഫ്റ്റിൽ കാണും ഒരു ആരോ മാർക്ക്. അത് വെച്ചും കൊണ്ട് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്യുക, സെർച്ച് ചെയ്യല അല്ലേ? അതിനാവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഈ ഏറോ മാർക്കിൻ്റെ അവിടെ കേഴ്സർ പ്ലേസ് ചെയ്യുക, ലെഫ്റ്റ് കോർണറിൽ ഡൗൺ ആയിട്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ എക്സിസ്റ്റിംഗ് ഷീറ്റ് ലിസ്റ്റ് കാണാൻ പറ്റും. കാണുന്നില്ലേ? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് ഷീറ്റ്, എക്സിസ്റ്റിംഗ് ഷീറ്റ്. അതിലിപ്പോൾ എനിക്കിപ്പം ലോക്ക് ആൻഡ് ഹൈഡ് ഫോമുലേക്ക് പോകണമെങ്കിൽ എൽ ക്ലിക്ക് ചെയ്യുക, ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ ഷീറ്റ്, എന്നിട്ട് എൻ്റർ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ചെറിയ ട്രിക്കാണത്. ഓക്കെ. ആ ഒരു ഏറോ മാർക്കിലേക്ക് വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് വർക്ക് ഷീറ്റ് അവിടെ കാണാൻ പറ്റും. ഇതൊക്കെ മെയിനായിട്ട് ഇത് യൂസ്ഫുൾ ആവുക ലാർജ് സെറ്റ് ഓഫ് ഷീറ്റ്സ് ഒരു വർക്ക് ബുക്കിൽ ഉണ്ടാകുമ്പോൾ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്ഫുൾ ആവും. ഓക്കെ. ഓക്കെ. ഡോക്ക് അറ്റാച്ച് ഒന്ന് ഓപ്പൺ ചെയ്തോളൂ. ഇത് ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു അസൈൻമെന്റ് തരാണ്. ഒരു 5 മിനിറ്റ് നിങ്ങൾ ടൈം എടുത്ത് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങളത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആൻസർ അല്ല എനിക്ക് വേണ്ടത്. ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്നോട് പറയാം. കാരണം ഇതിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 60-70% ആൾക്കാർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് അറിയാം. ചെയ്ത് കഴിഞ്ഞ ശേഷം ചാറ്റിൽ യെസ് ഇട്ടാൽ മതി. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ആദ്യം എൻ്റെ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി കേൾക്കുക, ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് ചാറ്റിൽ ഇട്ടാൽ മതി. അനൗൺസ് ചെയ്യേണ്ട ആൻസർ എനിക്ക് വേണ്ട. സപ്പോസ് ഞാനിപ്പോൾ ഒരു സെയിൽസ് ടീമിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, സെയിൽസ് ടീമിൽ വർക്ക് ചെയ്യുകയാണ്, ഒരു ടീം ലീഡായിട്ട്. അപ്പം എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ലിസ്റ്റ് ഓഫ് സെയിൽസ് എക്സിക്യൂട്ടീവ് ആണത്. അവർ വിറ്റ അല്ലെങ്കിൽ ആ സെയിലാക്കിയ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ മോഡൽ നമ്പറാണത്, കളറാണത്, പിന്നെ ഇത് റവന്യൂ ആണത്. ഓക്കെ, ഇതൊരു സെയിൽസ് റിപ്പോർട്ടാണ്, ഒരു പർട്ടിക്കുലർ മന്തിത്തോ ഒരു ക്വാർട്ടർത്തോ. അപ്പം ഞാൻ ഇരിക്കുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ, ഞാനിപ്പോൾ കാലിക്കറ്റിലായിരിക്കുന്നത്. So I got an email from someone who's sitting in Dubai office. ആക്ച്വലി മൂപ്പര് ഹയർ പൊസിഷൻ, എൻ്റെ കമ്പനിയിൽ ഒരു VP ആണെന്ന് വിചാരിക്കുക. പക്ഷേ ഇന്ത്യയിലല്ല, ദുബായിലായിരിക്കുന്നത്. പെട്ടെന്ന് ഇമെയിൽ ത്രൂ റിക്വസ്റ്റ് ചെയ്തു എൻ്റെ അടുത്ത് നിന്നും ഈ ഡാറ്റ മൂപ്പർക്ക് അയച്ചു കൊടുക്കണം, അലോങ് വിത്ത് ദ റിലേറ്റഡ് ഡോക്യുമെന്റ്. ഈ ഡാറ്റ മാത്രം പോരാ, ഈ വർക്ക്ഷീറ്റ് മാത്രം പോരാ, ഇതുമായി ബന്ധപ്പെട്ട എനിക്കൊരു
ഡോക്യുമെന്റ് അയച്ചു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഡോക്യുമെന്റ് ഇൻ സെൻസ് ഇപ്പോൾ 500 എന്നുള്ള ആ ഒരു പ്രൊഡക്റ്റിന്റെ ഇൻവോയ്സ് അല്ലെങ്കിൽ ആ ഒരു വാല്യൂവിന്റെ ഇൻവോയ്സ് ഒരു പക്ഷേ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിലേക്കും ഉണ്ടാവും. ഇതൊരു കോപ്പി നോക്കിയാൽ ഇൻവോയ്സ് കോപ്പി നോക്കിയാൽ എൻ്റെ ഫോട്ടോയിലുള്ളത് ഡെസ്ക്ടോപ്പിലുള്ള അത് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ഇൻ ദ സെൻസ് ആ റിക്വസ്റ്റ് ചെയ്ത വ്യക്തി ആ ദുബായിലിരിക്കുന്ന വൈസ് പ്രസിഡന്റ് എന്നുള്ള അയർ പ്രസിഡന്റ് ആള് റിക്വസ്റ്റ് ചെയ്തത് ഈ വർക്ക് ഷീറ്റിന്റെ കൂടെ എനിക്ക് ആ ഡോക്യുമെന്റ് കൂടി കാണണം. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കൂ. കഴിഞ്ഞ ചാറ്റിൽ ഇട്ടാൽ മതി. വേർബലി ആൻസർ അനൗൺസ് ചെയ്യരുത് പ്ലീസ്. ട്രൈ ചെയ്യാം. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ യെസ് ഡൺ എന്നുള്ളതും ചാറ്റിൽ ഇട്ടാൽ മതി. ഒരു 5 മിനിറ്റ് ഒന്ന് ആലോചിക്കുന്നുണ്ടോ? ഇരിക്കുന്നത് പുറത്താണ്, പൊസിഷൻ VP ആണ്. ആ ലെവല് ക്വിക്കായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ. ക്വിക്കായിട്ട് അവർക്ക് ഈ ഇൻവോയ്സ് നമ്മൾ ഈ അറ്റാച്ച് ഫയല് സെൻഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ കാണണം, അതല്ലേ? കാണണം. അത് ചുരുക്കി പറഞ്ഞാൽ ഈ വർക്ക് ഷീറ്റും കാണണം, ആ ഡോക്യുമെന്റും കാണണം. ആ രണ്ട് മുമ്പ് റിക്വസ്റ്റ് ചെയ്തു. നിങ്ങൾ ഏറ്റവും ബെറ്റർ വേല ഓ, എങ്ങനെ അയച്ചു കൊടുക്കുക എന്നുള്ളത് ഒന്ന് ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ്സ്. ഓക്കെ. സാറേ ഒന്നുകൂടെ ഒന്ന് പറയാം, അത് ക്ലിയർ ആയില്ല. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യയിൽ ഇരിക്കുകയാണ്, എൻ്റെ മാനേജർ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ദുബായിലിരിക്കുകയാണ്, VP. മൂപ്പർക്ക് വേണ്ടത് ഞാനിപ്പോൾ മെയിൻലി ഈ റിപ്പോർട്ട് ഉണ്ടല്ലോ, എക്സൽ ഷീറ്റ്, ഇതിൻ്റെ കൂടെ തന്നെ ഈ 500 അല്ലെങ്കിൽ 330 400 ഈ ഇൻവോയ്സ്, ഇതുമായി ബന്ധപ്പെട്ട ഇൻവോയ്സ് എൻ്റെ സിസ്റ്റത്തിലുണ്ട്. അതും മൂപ്പർക്ക് കിട്ടണം. ക്ലിയർ ആണോ? ബസിത്ത്, അത് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡണ്ണ് നടിച്ചാൽ മതി. ആൻസർ അതിൽ അനൗൺസ് ചെയ്യേണ്ട. ഈവൻ മനോജ്. റിസാന, നിങ്ങൾക്കൊന്നും ഒരു ബൈ ഡീഫോൾട്ട് ഒരു മെസ്സേജ് വരുന്നുണ്ട്. എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. ഐ ഹൈഡ് ആൻഡ് ദിസ് ഇസ് എൻ ഓട്ടോമേറ്റഡ് മെസ്സേജ്. ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. അത് ഓൾറെഡി സേവ് ആക്കി വെച്ചൊരു ആപ്പിന്റെ വന്നതാ. ഓക്കെ ഫൈൻ, നോ ഞാനത് ഇഷ്യൂ. എന്താ എനിക്ക് തോന്നി. ഇറ്റ്സ് ഓക്കെ. ഓക്കെ ആൾക്കാരെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മീറ്റിംഗിന് ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂ. ഓക്കെ, ഡൺ. ഓക്കെ, 4 പേര് ചെയ്തു. ഒരാള് ചെയ്ത ആൾക്കാരോട് ഞാൻ വേർബലി ചോദിക്കുക കേട്ടോ, എങ്ങനെ ചെയ്തു എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ട്രൈ ചെയ്യട്ടെ. സാർ അത് എങ്ങനെയാന്ന് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തത് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. മനസ്സിലായിട്ടില്ല. അല്ല, ഒരാളെ ചോദിച്ചില്ലേ അത് എങ്ങനെയാന്ന് മനസ്സിലായില്ലാന്ന്. ആ, അപ്പൊ സാർ കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു, അത് എങ്ങനെയാന്ന് ഒന്നുകൂടെ പറഞ്ഞത്. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ. സോറി, ഇല്ല, അത് നേരത്തെ അത് ചോദിച്ചു എന്നോട്. ഒന്നുകൂടെ ഒന്ന് പറയാം. ഓക്കെ, ഞാനായിരുന്നു ചേച്ചി. അത് മനസ്സിലായില്ലായിരുന്നു. ഇല്ലായിരുന്നു. സി, ഈ വർക്ക് ഷീറ്റില്ലേ, ഈ എക്സൽ ഷീറ്റിന്റെ കൂടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇൻവോയ്സ് കോപ്പി എൻ്റെ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ആ ഓക്കെ ഇൻവോയ്സ് കോപ്പിയും ഈ ഷീറ്റും ഈ റിപ്പോർട്ടും എനിക്ക് അയച്ചു കൊടുക്കണം. ഓക്കെ ക്ലിയർ ആയില്ലേ? വേറെ Yeah. ഈ യെസ് ഡണ്ണ് അടിച്ച ആൾക്കാരൊക്കെ, ഇതിലുള്ള ആൾക്കാരൊക്കെ ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്താണെങ്കിൽ അതല്ല കേട്ടോ ആൻസർ. ഹൈപ്പർ ലിങ്ക് യൂസ് ചെയ്താണെങ്കിൽ അതല്ല ആൻസർ. ഓക്കെ, ട്രൈ ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്താണെങ്കിൽ മാത്രം അതല്ല ആൻസർ. അതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഹൈപ്പർ ലിങ്ക് ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊക്കെ ഞാൻ എടുത്തു തരാം കേട്ടോ. നോ വറീസ്.
ഈ ചെയ്ത വർക്ക് ഇതിൽ എത്ര ആൾക്കാർ എത്ര പേര് ഹൈപ്പർ ലിങ്ക് ആണ് ചെയ്തതെന്ന് വേർബലി എന്ന് പറയാം. ഹൈപ്പർ ലിങ്കാ ചെയ്തത്? ആ യെസ് സർ. വേറെ ആരെങ്കിലും ഹൈപ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. യെസ്. ഈ യെസ്, ഞാൻ ഈ ഹൈപ്പർ ഹൈപ്പർലിങ്ക് ആണ് ലിങ്ക് ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഹൈപ്പർ ലിങ്ക് ഞാൻ വർക്ക് ചെയ്യാൻ പറ്റും, ഐ മീൻ വർക്ക് ആവുന്നല്ല പറയാൻ കാരണം എന്തുകൊണ്ടായിരിക്കും? എനിക്ക് ഹൈപ്പർ ലിങ്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. സർ എന്തുകൊണ്ടായിരിക്കും? ഡോക്യുമെന്റ് ആയോണ്ട്. ഡോക്യുമെന്റ് ഡോക്യുമെന്റ് നമ്മുടെ അല്ലല്ല. സിസ്റ്റത്തിലായിരിക്കും സേവ് ആയിരിക്കുന്നത്. ഉം, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ 500 ക്ലിക്ക് ചെയ്തു. ഞാൻ ഹൈപ്പർ ലിങ്കിന്റെ ഷോർട്ട് കട്ട് കീ Ctrl+K ആണ്. ഞാൻ ഹൈപ്പർ ലിങ്ക് സെപ്പറേറ്റ് എടുത്ത് തരാം, നോ വരീസ്. Ctrl+K. ഞാൻ ഡോക്യുമെന്റോട് അറ്റാച്ച് ചെയ്ത് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റിലേറ്റഡ് ഡോക്യുമെന്റ് ഒക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും, അത് പ്രശ്നമൊന്നുമില്ല. ഏത് ഡോക്യുമെന്റും അപ്പം ഞാൻ ഓക്കെ അയച്ചു. ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും. പക്ഷെ ഞാൻ ഇത് ഒരാൾക്ക് അയക്കുന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ ഹു സിറ്റിംഗ് ഔട്ട്സൈഡ് ഓഫ് ദി ഓഫീസ്, ദ ലിങ്ക് വിൽ ബ്രേക്ക് ആവല്ലേ? കാരണം നമ്മുടെ സോഴ്സ് ഡാറ്റ നമ്മൾ എൻ്റെ സിസ്റ്റത്തിലുള്ളത് അല്ലേ? യെസ് സർ, യെസ് സർ. യെസ്, യെസ്. അല്ലേ? അപ്പം ഇന്റേണലി ഹൈപ്പർ ലിങ്ക് നമുക്ക് ഓക്കെയാണ്. പക്ഷെ എക്സ്റ്റേണലി നമ്മൾ അയക്കുമ്പോൾ ഹൈപ്പർ ലിങ്ക് വർക്ക് ആവില്ല. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ആ മാനേജർ ചോദിക്കുകയാണ്, എനിക്ക് ഇതിൻ്റെ കൂടെ ഇൻവോയ്സ് കോപ്പിയും വേണം, അല്ലെങ്കിൽ ആ മോഡൽ നമ്പറിൻ്റെ മൊബൈൽ, ഇതിപ്പോൾ ഒരു പ്രൊഡക്റ്റ് മൊബൈലാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിവൈസ് ആണെന്ന് വിചാരിക്കുക, അതിൻ്റെ പിക്ചറും വേണം, അല്ലെങ്കിൽ ആ സെയിൽസ്മാൻ്റെ പിക്ചറും വേണം. എല്ലാം ക്വിക്കായിട്ട് കാണണം ഈ ഷീറ്റിൻ്റെ കൂടെ തന്നെ. നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താ പറയുക? ഈ 500 ഫോർ എക്സാമ്പിൾ 500 റിലേറ്റഡ് കോപ്പി എനിക്ക് വെക്കേണ്ടത് വിചാരിക്കുക. ഓക്കെ, അത് ഞാൻ സെലക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ചെയ്യട്ടോ, കൂടെ തന്നെ നോട്ട്സ് ചെയ്തോളൂ. ഞാൻ കുറച്ച് സ്ലോലി എടുക്കുള്ളൂ, കാരണം ഇതൊരു സ്റ്റെപ്സ് കുറച്ച് ലെങ്തിയാണ്. ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഏത് സെല്ലിലാണോ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. ദെൻ ഷിഫ്റ്റ് F2 വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഷിഫ്റ്റ് FN F2. ഈ ഒരു ബോക്സ് കിട്ടുന്നുണ്ടോ ആക്ച്വലി? Is it add ഉണ്ട്. comment? യെസ്, No. ഈ ഒരു ബോക്സ് എല്ലാം കിട്ടുന്നുണ്ടോ? ഇൻസേർട്ട് കമന്റ് അല്ലെങ്കിൽ ആഡിങ് യെസ്, കമന്റ് യെസ്. എന്നൊരു ബോക്സ് കിട്ടുന്നുണ്ട് അല്ലേ? ഇത് ആക്ച്വലി ഇപ്പം നേരത്തെ ഇപ്പോൾ ഒരാൾ ചോദിച്ചത് ആഡിങ് കമന്റ് ആണോ അല്ലെങ്കിൽ റിമാർക്സ് കമന്റ്സ് എന്നുള്ളതിലാണ്, ആ ഒരു അസംഷനിലാണ് എല്ലാ യൂസേഴ്സും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഇതൊരു ആർട്ടിക്കിൾ വേർഷൻ കേട്ടോ. അതായത് മൈക്രോസോഫ്റ്റ് ഇനീഷ്യലി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടു അറ്റാച്ച് ദി ഡോക്യുമെന്റ്. ഹൗ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇതെങ്ങനെയാണ് ഡോക്യുമെന്റ് ഒക്കെ അറ്റാച്ച് ചെയ്തതിൽ കാണിച്ചു തരാം. പക്ഷെ അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അത് പ്രകാരമാണ് അവർ ഇതിലേക്ക് തന്നെ വന്നത്, റിമാർക്സ് ഡോക്യുമെന്റ്സിലേക്ക്, ഐ മീൻ കമന്റ് അല്ലെങ്കിൽ റിമാർക്സിൽ ബോക്സിലേക്ക് അത് അവർ ഒതുക്കി കൂട്ടിയത്. പക്ഷേ ഇത് നമുക്ക് ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. എങ്ങനെയുള്ളത് കാണിച്ചു തരാം. ആദ്യം ഈ ബോക്സ് വന്ന ശേഷം ജസ്റ്റ് പ്ലേസ് ദി കേഴ്സർ ഓവർ ഓൺ ദി ടോപ്പ് ഓഫ് ദിസ് ബോർഡർ ലൈൻ. ഇൻസൈഡ് അല്ല ഔട്ട്സൈഡ് അല്ല, ഈ ഒരു ബോർഡർ ലൈൻ്റെ മുകളിൽ കേഴ്സർ പ്ലേസ് ചെയ്യുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഫോമാറ്റ് കമന്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഡയലോഗ് ബോക്സ് എല്ലാവർക്കും കിട്ടിയോ? ഫോമാറ്റ് കമന്റ്. സോറി ടു ഇന്ററപ്റ്റ്. ഈ ബോക്സ് നമുക്ക് എങ്ങനെയായിരുന്നു? ഷിഫ്റ്റ് F2. ഷിഫ്റ്റ് F2 അല്ലെങ്കിൽ ഷിഫ്റ്റ് FN F2. ഫോർമാറ്റ് സെൽസ് കേട്ടുന്നുണ്ടോ? ആണ് സാറേ. എങ്ങനെ മനസ്സിലായില്ല? സാറേ, സൈഡ് ബോക്സ് വന്നിട്ട് അതിന്റെ ടോപ്പിലോ? എന്തായിരുന്നു? റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ട എവിടെയാന്ന് പറഞ്ഞു സാറേ? ഈ കേഴ്സർ ബോർഡർ ലൈനിന്റെ മുകളിൽ വെക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് കമന്റ്. ഈ ഒരു ബോക്സ് കിട്ടും. ഈ ഒരു ബോക്സിന്റെ അണ്ടറിൽ കളേഴ്സ് ആൻഡ് ലൈൻസ് കാണുന്നുണ്ടോ എല്ലാവർക്കും? കളേഴ്സ് ആൻഡ് ലൈൻസ്. യെസ്. ഈ കളേഴ്സ് ആൻഡ് ലൈൻസിന്റെ താഴെ കളേഴ്സ് എന്നൊരു ഫീൽഡ് കാണാം. ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക. ഫിൽ എഫക്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടോ? ഫിൽ എഫക്ട്സ്. യെസ്. അതിൻ്റെ അണ്ടറിൽ വീണ്ടും ഒരു ബോക്സ് വരും. അവിടെ പിക്ചർ എന്ന് കാണാം. എൻഡിൽ പിക്ചർ, താഴെ സെലക്ട് പിക്ചർ. ഞാൻ ബ്രൗസ് ചെയ്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെത് ടെസ്റ്റ്. ഓക്കെ, ഇൻസേർട്ട്.
കണ്ടില്ലേ, ഞാൻ ഇപ്പോൾ ഒരു പിക്ചർ അറ്റാച്ച് ചെയ്തു, ഒരു പേയ്മെന്റ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യട്ടോ, നോ വറീസ്. ഇപ്പം ഞാനത് അറ്റാച്ച് ചെയ്തു, എനിക്ക് വേണമെങ്കിൽ എൻലാർജ് ചെയ്യാം. എന്നിട്ട് ഞാൻ അത് അയക്കാൻ നേരത്ത് കിട്ടുന്ന വ്യക്തിക്ക്, മാനേജറിന് ജസ്റ്റ് കേഴ്സർ മൂവ് ചെയ്താൽ മതി. നമുക്ക് റെഫറൻസ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻവോയ്സ് കോപ്പി ഓർ പ്രൊഡക്റ്റ് ഓർ മോഡൽ പിക്ചർ ഓർ സെയിൽസ്മാൻ പിക്ചർ എല്ലാം കാണാൻ പറ്റും കേഴ്സർ മൂവ് ചെയ്യുമ്പോൾ. നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതെങ്കിലും ഫോട്ടോ ഉണ്ടെങ്കിൽ അങ്ങനെ അറ്റാച്ച് ചെയ്യാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ മിസ്റ്റർ ജോൺ, ജോണിന്റെ ഫോട്ടോ എനിക്ക് അറ്റാച്ച് ചെയ്യണം. ഞാൻ ജോൺ എന്ന് സെലക്ട് ചെയ്യുന്നു, ഷിഫ്റ്റ് F2. ഇപ്പൊ ഷിഫ്റ്റ് F2 വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് കമന്റ്, ഇൻസേർട്ട് നോട്ട് ഉണ്ടാവും, ന്യൂ നോട്ട് ഉണ്ടാവും, ന്യൂ നോട്ട് ലേറ്റസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ ന്യൂ കമന്റ് അല്ലെങ്കിൽ ഇൻസേർട്ട് കമന്റ് ഉണ്ടാവും, ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു ബോക്സിൽ ബോർഡർ ലൈനിന്റെ മുകളിലേക്ക് കേഴ്സർ പ്ലേസ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് കമന്റ്. അതിൽ കളേഴ്സ് അലയൻസിന്റെ താഴെ കളേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഡ്രോപ്പ് ഡൗൺ, fill effects, picture, select picture, then let me try to attach the photo. Yeah, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്ലീസ്. ഇത് ഒരു ലാർജ് സെറ്റ് ഓഫ് ഡാറ്റക്ക് ഇത് പോസിബിൾ ആണോ? വൺ ഒരു ഡൗട്ടാണ്. ഓ, ലാർജ് സെറ്റ് ഓഫ് ഡാറ്റ എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. ഒരു സെല്ലിൽ തന്നെയാണ് എല്ലാം, എങ്ങനെ മനസ്സിലായില്ല. ഇതില് ഇപ്പൊ നമുക്ക് ഒരു ഏകദേശം 10 ലൈൻസ് അല്ലേ വരുന്നു, 10 റോസ്. ആ, ഒരു വലിയ ഒരു മേ ബി ഒരു 100 അല്ലെങ്കിൽ 50 റോസ് ഒക്കെ ഉള്ളതിലൊക്കെ പോസിബിൾ ആണോ അത്, പോസിബിൾ ആണ്, ഈ പക്ഷെ ഓപ്ഷൻ? നമ്മളെ സൈഡിൽ യൂസറിന്റെ സൈഡ് 1 by 1 അറ്റാച്ച് ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ XLSP-യിലേക്ക് മാറ്റിയാൽ മതി ഫയൽ സൈസ് കൂടിയാണെങ്കിൽ. ഓക്കെ, ബൈനറിക്ക് മാറ്റുക. ബൈനറിയിലേക്ക് മാറ്റിയിട്ട് വീണ്ടും ഫയൽ സൈസ് നല്ല ഉണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഞാൻ അറ്റാച്ച് ചെയ്യുന്ന ഒരു പിക്ചർ ഒന്നല്ല, ഒരു പ്രിവ്യൂ മാത്രമാണ്. അത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാവില്ല, ചെറിയ സ്ലൈറ്റ്ലി കൂടുള്ളൂ. ഇനി അഥവാ ഇനി അത് കൂടിയിട്ടുണ്ടെങ്കിൽ ഡ്രൈവിലിട്ട് കൊടുത്താലും മതി. പക്ഷേ ഇത് കിട്ടുന്ന ആൾക്ക് എന്ത് എളുപ്പമായിട്ട് കാണാൻ പറ്റും. വളരെ ഇത് കറക്റ്റ്. മാത്രമല്ല, നിങ്ങളെ സിസ്റ്റത്തിന് ഇത് ഈ ഫയൽസിൽ ഈ ഫോട്ടോ അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ് ഞാൻ ഡിലീറ്റ് ചെയ്താലും ഇത് അവിടെ തന്നെ ഉണ്ടാവും. ഇതിലിപ്പം ഓക്കെ, ദാറ്റ് ഫീച്ചർ. യാ ഇതിപ്പോ ഈ ഒരു യെസ്, ഇപ്പോൾ ഈ ഒരു ഇപ്പൊ രണ്ട് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഡിഫറെന്റ് ഡൊമൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടോ, അത് സെയിൽസ് ഡാറ്റയാണ്. ഇപ്പോൾ ലോജിസ്റ്റിക്കിൽ അല്ലെങ്കിൽ ഇൻവെന്ററി കൺട്രോളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു സപ്ലയറിനെ കോൺടാക്ട് ചെയ്യണം. ഇന്ന പ്രൊഡക്റ്റ് ഇല്ല, ആ പ്രൊഡക്റ്റിന്റെ ഫോർ എക്സാമ്പിൾ നമ്മൾ ആ പ്രൊഡക്റ്റ് മോഡൽ നമ്പർ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ പേറോളിൽ അല്ലെങ്കിൽ HR വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഓരോ എംപ്ലോയിന്റെ പേറോളിന്റെ ഒരു പേ സ്ലിപ്പ് അറ്റാച്ച് ചെയ്യണം ഇത് സാലറിന്റെ കൂടെ, അല്ലേ? പക്ഷെ യെസ് യെസ്, ഇത് അബ്സല്യൂട്ട്ലി. ആക്ച്വലി ഞാൻ പറഞ്ഞു, ഇത് മൈക്രോസോഫ്റ്റ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിന് വേണ്ടി, ഡോക്യുമെന്റിന് വേണ്ടിയിട്ട്. പക്ഷേ ഒരു ലിമിറ്റേഷൻസ് കാരണം അത് അവർ ഒഴിവാക്കിയത്. ലിമിറ്റേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ PDF അറ്റാച്ച് ആവില്ല കേട്ടോ. പിക്ചർ ഡോക്യുമെന്റ്, അതായത് PNG JPEG ഫോർമാറ്റ് മാത്രമേ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു മെത്തേഡ് ത്രൂ. PDF ഒരുവിധം ഇൻവോയ്സ് കോപ്പി PDF-ലായിരിക്കാം, പക്ഷെ PDF ടു പിക്ചറിലൊക്കെ മാറ്റുകയാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അല്ലേ? മാറ്റിയ ശേഷം അല്ലെങ്കിൽ PNG-യിലേക്കോ മാറ്റിയ ശേഷം നമുക്ക് ഇതിലൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കൂ, ചെയ്ത ആൾക്കാർ പ്ലീസ്. 3 minutes. സർ, കമന്റ് ബോക്സിൽ അപ്ലോഡ് ചെയ്യുന്നതിന് ഇമേജിന് ലിമിറ്റേഷൻ ഉണ്ടോ? യെസ്, ഒരു സെല്ലിൽ ഒരു ഇമേജ്. എനിക്ക് മൾട്ടിപ്പിൾ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ ആദ്യം അത് കൊലാജ് ചെയ്തിട്ടും കൊണ്ട് അറ്റാച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ സർ, ഓക്കെ സർ. ഇനി അഥവാ അതിപ്പോൾ എൻലാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇമേജ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കമന്റ് ബോക്സിൽ എഡിറ്റ് നോട്ട് അടിച്ചാൽ മതി. അപ്പൊ നമുക്ക് എൻലാർജ് ചെയ്യാൻ പറ്റും ഇമേജ്. ഡിലീറ്റ് ചെയ്യണം, ഡിലീറ്റ് ചെയ്താൽ മതി. സാർ, ഈ ഫയൽ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിലാണല്ലോ ഉള്ളത്, ആ ഈ ഇമേജ്. ആ നമ്മളപ്പോൾ അത് ഈ ഫയൽ നമ്മൾ ഒരാൾക്ക് സെൻഡ് ചെയ്യുമ്പോഴും ഇതവിടെ ഉണ്ടാവും? പിന്നെ ഉണ്ടാവും. ഓക്കെ. ആ ഫയൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്താലും ഇത് അവിടെ ഉണ്ടാവും. ഓക്കെ. മനസ്സിലായി? ഹൈപ്പർ ലിങ്ക് അത് കിട്ടില്ല കേട്ടോ. ഓക്കെ. അത് നേരത്തെ പറഞ്ഞത്, ഈ ഫോട്ടോ ഞാൻ എൻ്റെ സിസ്റ്റം ഡിലീറ്റ് ചെയ്താലും ഇത് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഈ ഫോട്ടോ കിട്ടുന്ന ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. ഇത് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരും, സ്നിപ്പിംഗ് ടൂൾ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ടി വരും. ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, ഇതൊരു ഫയലല്ല, ആക്ച്വലി പ്രിവ്യൂ കാണിക്കാം.
ഇത് ഇതിൽ ഒന്ന് രണ്ട് പേരൊന്ന് പറയാൻ പറ്റും നിങ്ങളെ ഡൊമൈനിൽ നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കുന്നത്, എങ്ങനെ ഹെൽപ്ഫുൾ ആക്കുന്നുള്ളതിൽ ഇമ്പാക്ട് ചെയ്യുന്നുള്ളതിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ. മെട്രിക്സ് ഇത് പറഞ്ഞോളൂ. യെസ് പറഞ്ഞോളൂ. പിന്നെ ഇതില് നമുക്ക് ഇപ്പോ നമ്മളെ സപ്പോസ് നമ്മളെ മാനേജേഴ്സ് നമ്മള് ഇപ്പൊ ഒരു കേസ് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ആഫ്റ്റർ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ചില സമയത്ത് ചില കംപ്ലൈന്റ്സിന്റെ ഫോട്ടോസ് കാര്യങ്ങൾ ഇപ്പൊ മാനേജർക്ക് നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ നമുക്ക് ആ കേസ് നമ്പറിന് അഗേൻസ്റ്റ് നമുക്ക് ഫോട്ടോസ് അറ്റാച്ച് ചെയ്ത് വിട്ടാല് ആ അവർക്ക് പെട്ടെന്ന് പ്രിവ്യൂ ചെയ്യാൻ സുഖമാണ്. ആ ആ ആ. മനസ്സിലായി. Yeah. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡൊമൈൻ? എൻ്റെ കേസിൽ ഐ തിങ്ക് മെട്രിക്സ് മറ്റേ നമ്മൾ ട്രാക്ക് ചെയ്യില്ല KPIs ഒക്കെ, അപ്പോൾ അതിനെ ഓക്കെ ജസ്റ്റ് ആയിട്ട് നമുക്ക് കൺസേൺഡ് ഇമേജോ അല്ലെങ്കിൽ ഗ്രാഫോ അങ്ങനത്തെ അറ്റാച്ച് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ മെട്രിക്സ് KPI ഓക്കെ. ഗ്രാഫ് ഒക്കെ പിക്ചർ സൈസ് അറ്റാച്ച് ചെയ്യാൻ അല്ലേ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. അതെ. ഓക്കെ നൈസ്. എൻ്റെ കേസിൽ ഞാൻ എപ്പോഴും ബഡ്ജറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഇൻവോയ്സ് വൺ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്ത ലിങ്കാണ് കൊടുക്കാറ്. ഓക്കെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ബേസിക്കലി അപ്പോൾ വൺ ഡ്രൈവ് ആക്സസ് ഇല്ലാത്തവർക്കും അത് കാണാൻ പറ്റും. Yeah. സർ ഒരു ഡൗട്ട് ക്യൂസിന്റെ ചോദിച്ചോട്ടെ? അഗേൻസ്റ്റ് ഇമേജ് എന്റെ കേസിൽ ഞാൻ എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും അത്. ഹലോ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സർ ഇതിപ്പോ ഒരു കുറച്ച് ലിമിറ്റഡ് നമ്പർ ഓഫ് എൻട്രീസിനല്ലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നേരത്തെ ഒരാൾ ഡൗട്ട് ചോദിച്ചോളൂ ഇൻവോയ്സ് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എൻട്രീസിനല്ലേ അത് പറ്റുള്ളൂ. നമുക്കൊരു ലിമിറ്റഡ് ആണ്. അല്ലാതെ ഒരു ലാർജ് സെറ്റിന് ഇത് പറ്റില്ലല്ലോ, ലൈക്ക് വൺ ബൈ വൺ ഇരുന്ന് ചെയ്യേണ്ടി ഇല്ല, മേ വരില്ലേ? ബി പുതിയ വേർഷനിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ. Yeah. ഇത് കുറച്ചുകൂടെ വലുതായിട്ട് കാണണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ സൈഡ് ആരോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് നോട്ട് അല്ലെങ്കിൽ എഡിറ്റ്, നിങ്ങൾ ഏതാ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ വേർഷൻ ആണെങ്കിൽ എഡിറ്റ് നോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ എഡിറ്റ് കമന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എഡിറ്റ് നോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ മതി. 365 ആണ്. എഡിറ്റ് നോട്ട് എടുത്താൽ മതി. മനസ്സിലായില്ലേ? കിട്ടുന്നുണ്ടോ? ഇല്ല സാർ കിട്ടുന്നില്ല. നിങ്ങൾ ആദ്യം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു പിക്ചർ. ഓക്കെ, ആ സെല്ലും സെലക്ട് ചെയ്യുമോ? സെല്ല് സെലക്ട് ചെയ്യുമോ? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് നോട്ട് എടുക്കുക. ഒരു ബോക്സ് ജനറേറ്റ് ആവുന്നില്ല. ഓട്ടോമാറ്റിക് ഇതായി പോവാ. ഒരു സെക്കൻഡ്, ഒന്ന് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം സ്ക്രീൻ, ഒന്ന് ഷെയർ ചെയ്യാം പ്ലീസ്. ഓക്കെ, നോക്കട്ടെ. ചെയ്തോളൂ. നിങ്ങൾ ആ സെല്ല് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യൂ. ആ സെല്ല് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യൂ. ആ 500 സെല്ല് ഏതിലാണ് ഇരിക്കുന്നത്? F2 ഇരിക്കുന്നത്? ആ സെല്ല് സെലക്ട് ചെയ്യൂ. റൈറ്റ് ക്ലിക്ക് എഡിറ്റ് നോട്ട് താഴെ ഉണ്ടോ? എല്ലാവരും ചെയ്തോളൂ. യെസ്, കിട്ടുന്നില്ലേ? ഓക്കെ, താങ്ക് യു. നോ പ്രോബ്ലം. ഒന്ന് സ്ക്രീൻ ഒന്ന് ക്ലോസ് ചെയ്യാം. നമ്മൾ മുമ്പ് പറഞ്ഞോളൂ മനോജ്. സോറി സാർ, ആക്ച്വലി നേരത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സ്ഥലത്ത്, അതായത് ജസ്റ്റ് ഇൻസെർട്ട് കമന്റ് മാത്രം ചെയ്യാറാണ് പതിവ്. സോ സർട്ടൺ ലൈക്ക് നമ്മൾ ഇപ്പോൾ സാർ ഉദ്ദേശിച്ചുകൊണ്ട് ഹയർ മാനേജ്മെന്റ്സിനൊക്കെ അയക്കുമ്പോൾ ഇത് ഇങ്ങനെ ഇൻസെർട്ട് ചെയ്ത് അയക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്യുമെന്റ് പ്രൂഫ് അടക്കം കിട്ടല്ലോ അവർക്ക്.
പ്രൂഫ് അടക്കം കിട്ടുമല്ലോ. Yeah. ഞാൻ ഇതുവരെ കമന്റ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. Yes, അതായത് yes. ഫസ്റ്റ് അപ്പോൾ ഇതിൽ അതുപോലെ തന്നെ വേറെ സംഭവം പറഞ്ഞത്, അതായത് ഇപ്പോൾ ഇൻസേർട്ട് കമന്റ് ഇപ്പം 365 ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ട് ന്യൂ നോട്ടും കാണാം, ന്യൂ കമന്റും കാണാം. ഇത് ആക്ച്വലി എന്താണെന്ന് അറിയാം? മറ്റ് ഇപ്പം കാണിച്ച റിലേറ്റഡ് അല്ല, രണ്ട് ഡിഫറെൻ്റ് എന്തായിരിക്കും. ന്യൂ നോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വരുന്നുണ്ട്, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ കമന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ സംഭവം വരും. ഇതെന്താ ആക്ച്വലി എന്താ മനസ്സിലായിട്ടുണ്ടോ? ഇതിന്റെ ഡിഫറെൻ്റ് എന്താ? എഡിറ്റിംഗിലും ഇത് ഒരു അതായത് കോൺവെർസേഷൻ പോലെ ആഡ് ചെയ്ത് ഒരു പോകാൻ പറ്റും. റിപ്പോർട്ടിൽ പലരും ആ വർക്ക് ചെയ്യുമ്പോൾ ആ ഓരോരുത്തരുടെ കമന്റ്സ് കാണാൻ പറ്റും. ഒന്നും കൂടി പ്രിസൈസ് ചെയ്യോ? കമന്റ് കാണാൻ പറ്റുന്ന സെൻസ്, അതായത് ഇൻ ദ ഇവിടെ സെൻസ് തന്നെ ഇപ്പോൾ കണ്ടില്ലേ, അതായത് സ്റ്റാർട്ട് എ കോൺവെർസേഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിപ്പോൾ ഒരു ഈ റിപ്പോർട്ട് ഞാൻ പറഞ്ഞ ഒരു വ്യക്തിക്ക് അയക്കണം, എൻ്റെ മാനേജറിന്. ഇപ്പം 400 റിലേറ്റഡ് എന്നുള്ള ഇൻഫോ ഞാൻ പറയാണ്, സെയിൽ ഇസ് വെരി ലെസ് ഡ്യൂ ടു സോ ആൻഡ് സോ എന്ന് അടിക്കുകയാണ്. ഞാൻ സേവ് ചെയ്യും. ഓക്കെ, അടിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് കിട്ടുന്ന ആൾക്ക് എങ്ങനെയും കിട്ടാം. അപ്പോൾ അടുത്ത കിട്ടുന്ന വ്യക്തിൻ്റെ റിപ്ലൈ ഒരു കോൺവെർസേഷൻ അവിടെ കാണാൻ പറ്റും. ഏതില്? നോട്ടില്, എക്സലിൽ കമന്റ്സിൽ ഇതായിരുന്നു അല്ലേ. മറ്റേ നോട്ട്സ് ആണെങ്കിൽ ഒറ്റ സിംഗിൾ നോട്ട്സ് റിമാർക്സ്, അത് പഴയ വേർഷൻ ലേറ്റസ്റ്റ് വേർഷനിൽ വരെയുണ്ട്. പക്ഷെ ഇതൊന്നും കൂടി ലേറ്റസ്റ്റ് വേർഷനിൽ അവരെന്താക്കി, ഒരു ഫീച്ചറും കൂടി ആഡ് ചെയ്തു, കോൺവെർസേഷൻ സ്റ്റൈലിൽ. ഇതെല്ലാ ഇതിലും ഇല്ല കേട്ടോ, അതാണ് ഡിഫറൻസ്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഹൈപ്പർ ലിങ്ക്. ഈ ഹൈപ്പർ ലിങ്ക് തീരെ കേൾക്കാത്ത ആൾക്കാർ ഇതിലുണ്ടാവാം. ഒരു ഇമ്പോർട്ടൻസ് സംഭവം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതേ ഇൻവോയ്സ് കോപ്പി എനിക്ക് ഇപ്പം ഇന്റേണലി ഒരാൾക്ക് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ കീപ്പ് ചെയ്ത് വെക്കണം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ഫയൽ കാണിക്കണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിപ്പം 324 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. 324 കൺട്രോൾ കെ പ്രസ് ചെയ്യുന്ന ഒരു ബോക്സ് വരും ബൈ ഡീഫോൾട്ട് അല്ലേ. നമ്മൾ ഡെപ്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് കാണും, പക്ഷെ എല്ലാം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് റെസ്പെക്റ്റീവ് ഓഫ് എനി ഡൊമൈൻ യു വർക്കിംഗ് ഫോർ അതിൽ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം നമുക്ക് ആദ്യം ഒന്ന് പഠിക്കാം. ഓക്കെ, ഇപ്പൊ ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക് എന്നുള്ളൊരു ബോക്സ് വരും. അതിൽ ലെഫ്റ്റിൽ കാണാം ലിങ്ക് ടു എന്നുള്ള സെക്ഷൻ കാണാം. ബൈ ഡീഫോൾട്ട് നമ്മളുള്ള എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ് എന്നുള്ള ആ ഓപ്ഷനില്ല. എല്ലാവരും സെയിം ട്രാക്കിലല്ലേ കാണുന്നുണ്ടല്ലോ? യെസ്. യെസ്, ഗ്രേറ്റ്. ഈ ലിങ്ക് ടു എന്നുള്ളതിൽ തന്നെ റൈറ്റിൽ കാണാൻ പറ്റും കറണ്ട് ഫോൾഡർ എന്നുള്ളതിൽ ലുക്ക് ഇൻ. നമ്മളൊരു ഫയൽ അറ്റാച്ച് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്കാണോ നാവിഗേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അതായത് ഇവിടെ തന്നെ നോക്കി എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ്. അതായത് ഞാനിപ്പോൾ 324 ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഫയലാണോ ഓപ്പൺ ചെയ്ത് വരേണ്ടത് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യണമല്ലോ. വെബ്സൈറ്റിൻ്റെ ഇവിടെ ആവശ്യമില്ല, കാരണം ഒരു എമൗണ്ടുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഞാൻ എന്താക്കുന്നു, ഒരു പർട്ടിക്കുലർ ഫയൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ അത് എക്സൽ ഷീറ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പം ഞാനിപ്പം ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഒരു ഫയല്, നേരത്തെ ഫയൽ തന്നെ വീണ്ടും അറ്റാച്ച് ചെയ്തു. ഇതിൽ എല്ലാതരം ഫയൽസും, എനി ടൈപ്പ് ഓഫ് ഫയൽസ്, നോട്ട് ഓൺലി PNG JPEG, അത് PDF ആയിക്കോട്ടെ, വേർഡ്, എക്സൽ, പവർ, എല്ലാം നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ആ ഒരു ലിങ്ക്, അതിന്റെ കളർ മാറിയ കാണാം. 324 ബ്ലൂ കളറിലായ കാണാം. താഴെ ഒരു ഹൈപ്പർ ലിങ്കിന്റെ ഒരു ബാർ കാണാം. കേഴ്സർ മൂവ് ചെയ്യുമ്പോൾ ഒരു പാത്തിന്റെ പ്രിവ്യൂ കാണാം. ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താവും, ആ ഒരു ഫയല് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ 324 കളർ മാറി. ആ 324 അതൊരു ഐഡന്റിറ്റി തരണം, അതായത് നമ്മളത് ഓപ്പൺ ചെയ്ത് വെച്ചതാണെന്നുള്ളത് 324 എന്നുള്ളത്. ബ്ലൂ ഉള്ളത് ഒരു പർപ്പിളിലേക്ക് മാറിയിട്ടുണ്ടാവും, കണ്ടില്ലേ? ഞാനൊരു സംഭവം എടുത്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ട്രൈ ചെയ്യാൻ ടൈം തരാം കേട്ടോ. അപ്പം ഇത് ഞാൻ ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്തു. താഴെ ഒരു പ്രിവ്യൂ കാണാം. ഈ പ്രിവ്യൂ ആക്ച്വലി എന്താണ്, ആ പാത്ത് കാണിക്കുന്നത്, അതായത് എവിടെ നിന്നാണ് ഫയൽ എടുത്തത്. ഈ പാത്ത് ഒരു വലിയൊരു പാത്തിന്റെ പ്രിവ്യൂ ഒക്കെ ആണെങ്കിൽ ബാക്കിലുള്ള ആ ഒരു നമ്പേഴ്സ് ഒക്കെ ഹൈഡ് ആവാൻ ചാൻസ്. അപ്പോൾ നമുക്ക് ആ പാത്തിന്റെ ഈ സെക്ഷനും താഴെ കാണുന്ന ഈ സെക്ഷൻ ഉണ്ടല്ലോ, അതും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഹൈപ്പർ ലിങ്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മുകളിൽ സ്ക്രീൻ ടിപ്പ് എന്ന് കാണാം. സ്ക്രീൻ ടിപ്പ് അവിടെ തന്നെ ഞാൻ പറയാണ് ക്ലിക്ക് ഹിയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കേഴ്സർ മൂവ് ചെയ്യുമ്പോൾ അവിടെ നോക്കും പാത്തല്ല വരുന്നത്, ക്ലിക്ക് ഹിയർ എന്നുള്ള ചെറിയൊരു ടേമാണ് വരും. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞത് മാത്രം. ഓക്കെ, അപ്പം ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായി, നമുക്കൊരു അറ്റാച്ച്മെന്റ് കിട്ടി. സപ്പോസ് ഞാൻ പറയാണ് ഇവിടെ ഇപ്പോൾ ഒരു ലിസ്റ്റ് ഓഫ് വെൻഡേഴ്സ് ഉണ്ട്, സപ്ലൈസ് ഉണ്ട്. ആപ്പിൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ആൻഡ് മൈക്രോസോഫ്റ്റ്, സാംസങ്.
അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിപ്പോൾ എമൗണ്ട് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്തു. ഇപ്പം സാംസങ് ക്ലിക്ക് ചെയ്യുമ്പോൾ സാംസങ്ങിന്റെ വെബ്സൈറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൺട്രോൾ K പ്രസ് ചെയ്യുന്നു, ഹൈപ്പർ ലിങ്കിന് അങ്ങോട്ട്. ഇപ്പം ഇവിടെ എനിക്ക് അറ്റാച്ച്മെന്റ് ചെയ്യണമെന്നില്ല, വെബ്സൈറ്റിന്റെ അഡ്രസ് ഇവിടെ കൊടുത്താൽ മതി. samsung.com. ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ സാംസങ്ങിന്റെ വെബ്സൈറ്റിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ കാണാൻ പറ്റും. ഓക്കെ, സോറി, ഇത് എന്താ ഒരു ബ്ലോക്ക് ചെയ്തതാണ്. നമുക്ക് വേണമെങ്കിൽ ആപ്പിളിൻ്റെ കൺട്രോൾ K apple.com ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്പിൾ വെബ്സൈറ്റിലേക്ക് പോകും. ഇപ്പം ഞാൻ ഇപ്പോൾ കാണിച്ച ഹൈപ്പർ ലിങ്ക് ഞാൻ കഴിഞ്ഞിട്ടില്ല. കൺട്രോൾ K പ്രസ് ചെയ്തുകൊണ്ട് ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർ അറ്റാച്ച് ചെയ്ത് നോക്കും. ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യുക, അതുപോലെ തന്നെ വെബ്സൈറ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കും. ഒരു ഡൗട്ട്, ഇത് നമുക്ക് പിന്നെ സെയിം കമ്പനിയിലുള്ള കൊളീഗ്സ് തമ്മിൽ അങ്ങോട്ട് മെയിൽ അയക്കുമ്പോൾ ഏതോ ബെസ്റ്റ് ഓപ്ഷൻസ്, ഹൈപ്പർ ലിങ്ക് ആണോ ബെസ്റ്റ്, അതോ ഈ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ JPG അറ്റാച്ച് ചെയ്യുന്ന ഓപ്ഷൻ ആണോ? മറ്റേത് ഏറ്റവും ബെസ്റ്റ്, മറ്റേത് JPG ഇമെയിൽ അല്ലേ? കൂടെ അയക്കുമ്പോൾ. യെസ്, ഇത് നമ്മുടെ ഇന്റേണൽ പർപ്പസിന് വേണ്ടിയിട്ട് സെൽഫായിട്ട്. ഇപ്പൊ സപ്പോസ് നമ്മൾ ഇതൊരു ഡ്രൈവില് കോമൺ ഫോൾഡർ ആയിട്ട് യൂസ് ഡ്രൈവിൽ ചെയ്യുകയാണെങ്കിൽ ആണെങ്കിൽ, നമുക്ക് കോമൺ ഡ്രൈവ് ആണെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇത് ഹൈപ്പർ ലിങ്ക് അല്ലേ? ഹൈപ്പർ ലിങ്ക്, കാരണം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫയൽസ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ ഫൈൻ, ഓക്കെ. മറ്റേത് ക്വിക്ക് ആയിട്ടുള്ളൊരു ഒരു ടെമ്പററി സൊല്യൂഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ, മെയിൽ നമ്മൾ ഒരു മെയിലായിട്ട് അയക്കുമ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ പറഞ്ഞ പോലെ അതെ അതെ JPG ഓപ്ഷൻ അതെ ആണ് അതെ, ബെസ്റ്റ്. ആ ഓക്കെ ഫൈൻ, കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനാണ്. ഓക്കെ ഫൈൻ. ഫയൽ അറ്റാച്ച് ചെയ്യുന്ന ഒന്നുകൂടെ കാണിക്കുമോ സാറേ? യാ, T24ന്റെ കേസ് അത് ഇപ്പോൾ ഓക്കെ, ഞാൻ ക്ലിയർ അടുത്തെടുക്കും. ആയിട്ടുണ്ട്. 206 എടുക്കുന്നു, കൺട്രോൾ K. ഇതാ മുകളിൽ ലുക്കിംഗ്, ഇവിടുന്ന് ഫയൽ എവിടാനുള്ളത് നിങ്ങൾക്ക് ഡ്രൈവ് ഡെസ്ക്ടോപ്പിലേക്ക് പോയിട്ട് അവിടേക്ക് നിങ്ങളെ ഫയൽ ഉള്ളത് ഏതെങ്കിലും ഫയൽ അറ്റാച്ച് ചെയ്ത് നോക്കൂ, ഓക്കെ അടിച്ചാൽ മതി. കിട്ടുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഇതുണ്ട്. Yeah. ഇപ്പൊ ഈ വാല്യൂസ് എൻ്റർ ചെയ്ത് അറ്റാച്ച് ചെയ്ത വാല്യൂസ് നമ്മൾ വേറൊരു ഫയലിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഉം. അതിന്റെ കൂടെ ഈ കമന്റും അല്ലെങ്കിൽ ലിങ്കും വരും. അല്ല, അത് പാത്ത് മാറല്ലേ? നിങ്ങൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണോ? എനിക്കറിയില്ല, നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണോ? അതായത് ഞാൻ കോപ്പി ചെയ്യലേ കട്ട് ചെയ്യേ എങ്ങനെയാണ് നോക്കട്ടെ. ഇതൊരു വേറൊരു ഷീറ്റിലേക്ക് മാറ്റാണ് ഈ ടേബിൾ. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് എംപ്ലോയി ഡേറ്റ ആയിരുന്നു, എംപ്ലോയിയുടെ ഫോട്ടോസ് നമ്മൾ ഇട്ടിരുന്നു കമന്റ് ആയിട്ട്, ഓക്കെ, നോട്ടായിട്ട്. ഓക്കെ. അപ്പൊ അതും കോപ്പി ആവുമോ? എനിക്കത് കോപ്പി ആവണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഇതാണോ സംഭവം? ആ ആ സിമ്പിൾ സ്പെഷ്യൽ അല്ലേ? ഇപ്പൊ നമ്മൾ ഒരാൾക്ക് അയച്ചു തന്നെ കൊടുക്കുന്നുണ്ട്, ലൊക്കേഷൻ വേറെയുള്ള ആൾക്ക്. അവർക്ക് കിട്ടണമെങ്കിൽ നമുക്ക് വിത്തിൻ വർക്ക്ഷീറ്റിൽ നമുക്ക് കിട്ടേണ്ടതല്ലേ? സിമ്പിൾ, കിട്ടും. കിട്ടണ്ടെന്നുണ്ടെങ്കിൽ പേജ് സ്പെഷ്യൽ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ അയച്ചാൽ മതി, വാല്യൂസ് പക്ഷെ അവർക്ക് മാറ്റും. കിട്ടില്ല. അതിന് ഡബിൾ വർക്കാണ്. ഡിലീറ്റ് ചെയ്താൽ മതി. പേജ് ആ സ്പെഷ്യൽ ആവശ്യമൊന്നുമില്ല, ഡിലീറ്റ് ചെയ്താൽ പോലെ കമന്റ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ശ്രദ്ധിച്ചോളൂ, ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഇപ്പോൾ ഒരു അക്കൗണ്ട് എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ സെയിൽസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആവും. അടുത്ത ഫീച്ചർ ഇപ്പം ഒരു പക്ഷേ ഈ സോണിയ 400 സെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഈ സോണിയ കൊണ്ടുവന്ന 400 സെയിൽ കെയിം ഫ്രം ഡിഫറെൻറ്റ് സെയിൽ സോൺ ആയിരിക്കാം.
ഫോർ എക്സാമ്പിൾ അത് വേറെ ഷീറ്റിൽ ഞാൻ എഴുതുന്നുണ്ട്. വേറൊരു ഷീറ്റിൽ ഒരു അഡീഷണലി ഷീറ്റ് ഇടുന്നു. എൻ്റെ ആദ്യം സ്ക്രീനിൽ ശ്രദ്ധിക്കുക, എന്നിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ ടൈം തരാം കേട്ടോ. വർക്ക് ചെയ്യാൻ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലായിരിക്കും ആ ഒരു സോണിയൻ്റെ ആ ഒരു ടോട്ടൽ ഫിഗറിൻ്റെ ബ്രേക്കപ്പ് ഉണ്ടായത്. ഫോർ എക്സാമ്പിൾ നോർത്തിൽ സോണിയ സെയിൽസ്, north 150 and south 50 and west 100 and east 100. ഇതിന് ടോട്ടൽ 400 വരുന്നുണ്ട്. ഇതിൻ്റെ കൺസോളിഡേറ്റഡ് ഫിഗർ ആയിരിക്കാം ഈ സോണിയൻ്റെ എന്ത് 400. അപ്പം ഞാൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ബ്രേക്കപ്പ് ആണ് ഇവിടെ ഉള്ളത് എന്ന് എനിക്കറിയാം. എനിക്കും നിങ്ങൾക്കും അറിയാം, കാരണം അത് നിങ്ങൾ മുന്നേ ഞാൻ ചെയ്തത്. അപ്പം എനിക്ക് വേണ്ടത് ഇത് റിലേറ്റ് ആയിട്ടുള്ള ഓരോ ബ്രേക്കപ്പ് ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിരിക്കും ഈ വർക്ക് ബുക്കിൽ. മനസ്സിലാവുന്നുണ്ടോ? Yes. മനസ്സിലാവും. Yes. യാ. അപ്പം ഞാൻ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ആ പാത്തിലേക്ക് മാറണം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സിമ്പിളാണ്. എൻ്റെ സ്ക്രീൻ ശ്രദ്ധിക്കുക, ആദ്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ആദ്യം സ്റ്റെപ്പ് ഇതാണ്. ആദ്യം എനിക്ക് സോണിയൻ്റെ ആ ഒരു 400 ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സെക്ഷൻ ഹൈലൈറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ബ്രേക്കപ്പിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ, ആ റേഞ്ച് സെലക്ട് ചെയ്ത് വെക്കുക. ഇതിനൊരു പേര് കൊടുക്കുക. പേര് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ ബൈ ഡീഫോൾട്ട് ലെഫ്റ്റ് സൈഡ് കാണുന്ന നെയിം ബോക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് നെയിം ബോക്സിൽ ഉദ്ദേശിക്കുന്ന ഓരോ സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ റെഫറൻസ് കാണിക്കാൻ വേണ്ടി മാത്രം. അതല്ല, കുറച്ച് പവർഫുൾ ഏരിയ ആണത്. ഞാൻ അത് എഡിറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പേര് ഞാൻ സോണിയ സെയിൽ ഇടുന്നു. സോണിയ സെയിൽ എൻ്റർ ചെയ്യുന്നു. ഇപ്പം ഞാൻ ഏത് ഷീറ്റിൽ വന്നാലും ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് നാവിഗേറ്റ് ചെയ്യും ക്വിക്കായിട്ട്. കണ്ടില്ലേ? അപ്പം അതല്ല നമുക്ക് വേണ്ടത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ജമ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ കൺട്രോൾ കെ പ്രസ് ചെയ്യുന്നു ഹൈപ്പർ ലിങ്കിൻ്റെ. അപ്പം നമ്മുടെ ഈ സെക്ഷനിലുള്ള പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഷീറ്റ് കാണാൻ പറ്റും. ഇവിടെ ഉള്ള താഴെ കാണുന്ന കണ്ടില്ലേ ഷീറ്റ് ഇൻസൈഡ് ചെയ്ത്. അതിന് പുറമെ ഡിഫൈൻ നെയിംസ് എന്ന് കാണാം. കണ്ടോ? ഞാൻ നേരത്തെ ഇട്ട സോണിയ സെയിൽസ്. ഞാൻ അത് ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലേക്കാണ് ജമ്പ് ആവുന്നത്. സിമ്പിൾ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം വേണ്ടത് ഒരു സെക്ഷൻ എവിടെയെങ്കിലും ഈ വർക്ക് ബുക്കിൽ ക്രിയേറ്റ് ചെയ്യുക, സെലക്ട് ചെയ്യുക, അതിനൊരു പേര് കൊടുത്ത് എൻ്റർ ചെയ്യുക, പിന്നെ നാവിഗേറ്റ് ചെയ്യുക. നോക്കി നോക്കൂ പ്ലീസ്. No, I didn't get it completely. മനസ്സിലായില്ല? യെസ്, കിട്ടും. എനിക്ക് മനസ്സിലായില്ല. അതായത് എവിടെയോ മിസ്സായിപ്പോയി. ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് മാറണം. ഫോർ എക്സാമ്പിൾ 400 ക്ലിക്ക് ചെയ്തപ്പം അതിൻ്റെ ഒരു ടോട്ടൽ ഫിഗർ ബ്രേക്കപ്പ് അവിടെ കിട്ടിയത്. ആദ്യം എൻ്റെ യെസ് റിക്വയർമെന്റ് മനസ്സിലായോ? യെസ് യെസ്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ 350 ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് 350 ഏരിയ എന്ന് വിചാരിക്കുക. ഇതിലേക്ക് മാറും. അപ്പോൾ ആദ്യം നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യം ആ ഏരിയ സെലക്ട് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനിപ്പോൾ യെല്ലോ എന്നൊരു പേര് കൊടുക്കുന്നു. ചുമ്മാ ഒരു യെല്ലോ എന്ന് കൊടുത്തു, എൻ്റർ ചെയ്തു. ഇനി ഞാൻ 350 സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ കെ, അവിടെ യെല്ലോ എന്ന് കാണാൻ പറ്റും. Okay, got it. Got Yeah, it. yeah, please, yes, yeah.
ഈ ഷീറ്റ് 1 ഡിലീറ്റ് ആയി പോയല്ലോ, പിന്നെ അത് കാണാൻ പറ്റില്ലല്ലോ. എന്തായിരുന്നു? ഈ ഷീറ്റ് 1 ഇൻ കേസ് ഡിലീറ്റ് ആയി പോയാല് പിന്നെ അത് കാണാൻ പറ്റില്ലല്ലോ. അത് ലിങ്ക് ഇല്ലല്ലോ, പോയില്ലേ? അല്ല. ആ Yeah. സർ ലാസ്റ്റിലെ സ്റ്റെപ്പ് ഒന്നുകൂടെ പറഞ്ഞുതരുമോ? എന്തായിരുന്നു പ്രജില? ലാസ്റ്റിലെ സ്റ്റെപ്പ് ഒന്നുകൂടെ പറഞ്ഞുതരുമോ? നമ്മുടെ ഹൈപ്പർ ലിങ്കിൽ അത് പോയിട്ട്. കൊടുത്ത ശേഷം കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ സെക്ഷനിൽ ഇത് പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെന്റ് ക്ലിക്ക് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉണ്ടാവുക. ഇത് നേരത്തെ നമ്മൾ എടുത്തു, അറ്റാച്ച് ചെയ്യാനും വെബ്സൈറ്റ് കൊടുക്കാനും. ഇവിടെ വന്ന ശേഷം നമ്മൾ എക്സിസ്റ്റിംഗ് ഷീറ്റ് കാണാൻ പറ്റും. അതിന് പുറമെ തന്നെ നമ്മൾ നെയിം കൊടുത്തില്ലേ, ഡിഫൈൻ നെയിംസ്, Okay. അവിടുന്ന് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. പിന്നെ ഞാനത് ക്ലിക്ക് ചെയ്യുമ്പം അത് ഇൻവാലിഡ് അങ്ങനെ വരുന്നത് നമ്മൾ അവിടെ സെല്ലിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ. നിങ്ങൾ ആദ്യം നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു, സെക്ഷനൊക്കെ ആ നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്ത് കറക്റ്റ് ആയില്ല തോന്നുന്നു എൻ്റെതും. യെസ്, മേ ബി അതായിരിക്കും. ഒരു വേറൊന്ന് കൊടുത്തു നോക്കൂ പ്ലീസ്. സർ, യെസ്. ഇപ്പൊ ഇതില് സോണിയ ജസ്റ്റ് ഒരൊറ്റ എമൗണ്ട് അല്ലേ ഉള്ളൂ, 400. ആ അതിൽ അജ്മൽ എന്നുള്ളത് 2 ഉണ്ട്. അപ്പൊ നമുക്ക് രണ്ടിനും കൂടിയിട്ട് കൊടുക്കാൻ പറ്റും. ഇല്ല, സോറി. സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് പ്യൂറിൽ ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ, അഡ്വാൻസ് ഫീച്ചറിൽ. ഓക്കെ. സർ നമ്മളിപ്പോ നെയിം ഇപ്പൊ ചേഞ്ച് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ലൈക്ക് സെലക്ട് ചെയ്തിട്ട് മനസ്സിലായില്ല എന്തായിരുന്നു? നമ്മൾ ഒരു സെക്ഷൻ സെലക്ട് ചെയ്യില്ലേ, ആ എക്സ്ട്രാ ഷീറ്റ് എടുത്തിട്ട്, അതെ. എന്നിട്ട് നെയിം ഇപ്പൊ സെൽ ഏതാണോ അവിടെയല്ല ചേഞ്ച് ചെയ്യേണ്ടത്. അത് ചെയ്യുമ്പോൾ ഇൻവാലിഡ് റെഫറൻസ് അങ്ങനെയാ വരുന്നത്. അതൊന്നുകൂടെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങളെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യൂ. നിങ്ങളെ സ്ക്രീൻ ഒന്ന് കാണിച്ചു നോക്കട്ടെ. നിങ്ങൾ ചെയ്ത സ്റ്റെപ്പ്. ഞാനും പേര് കൊടുത്തപ്പോ അങ്ങനെ ഇൻവാലിഡ് തോന്നുന്നുണ്ട്. പേര് നമുക്ക് മാറ്റി നോക്കാം. സെയിൽസ് നോക്കി ആക്കിയപ്പോ ഒന്ന് valid. ഷെയർ ഒന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യും. ഇനീഷ്യലി പറഞ്ഞ ആളൊന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യും, സ്റ്റെപ്പ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഒന്ന് കാണിച്ചു തരും പ്ലീസ്. ഓക്കെ, ഒന്ന് എൻലാർജ് ചെയ്യൂ സ്ക്രീൻ. യാ, ഒന്ന് ഡോക്ക് അറ്റാച്ചിലേക്ക് പോവോ, ഡോക്ക് അറ്റാച്ച്മെന്റ്. യെസ്. എനിക്ക് വേണ്ടതുണ്ടല്ലോ, ഞാനൊരു ക്വസ്റ്റ്യൻ തരാം. 246 ഇല്ലേ, 246, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യുമോ? വേറെ ഒരു ഷീറ്റ് ആഡ് ചെയ്യുമോ? യാ, അതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റേഞ്ച് സെലക്റ്റഡ് ആണോ? നിങ്ങൾ സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരാം. ഒരു റേഞ്ച് സെലക്ട് ചെയ്തു, ഇവിടെ ചേഞ്ച് ചെയ്യണം. ചെയ്തോളൂ, നിങ്ങൾക്ക് മനസ്സിലായത് ചെയ്തോളൂ. ഓക്കെ, ഇപ്പോൾ സപ്പോസ് സെയിൽസ് കൊടുത്തു, ദെൻ ഇവിടെയാണ് എനിക്ക് ഡൗട്ട് വന്നത്, ലൈക്ക് എൻ്റർ കൊടുത്താൽ മതിയോ? എൻ്റർ ചെയ്യണം, എന്നാലും സേവ് ആവുള്ളൂ കേട്ടോ. ഓക്കെ, യാ, ഇനി നോക്കൂ, ഇനി നമുക്ക് നോക്കി നോക്കാം. ഇനി അഥവാ നമുക്ക് വേറെ ഫിക്സ് ചെയ്യാൻ നോക്കട്ടെ. കൺട്രോൾ കെ പ്ലേസ്. ഓക്കെ, നിങ്ങൾക്ക് പക്ഷെ തോന്നുന്നു എനിക്ക് നിങ്ങൾ നേരത്തെ എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ സെയിൽസ് സെലക്ട് ചെയ്യൂ, ചെയ്തോ, ആ ഓക്കെ അടിക്കും. യാ, എനിക്ക് തോന്നുന്നു നിങ്ങൾ സംഭവം സെയിൽസ് കണ്ടിട്ടുണ്ടോ, സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതാണോ? അല്ലെങ്കിൽ സേവ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഓക്കെ, ഇങ്ങനെ ഇതിലൊന്ന് ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ ഇത് ഓ യെസ്. റേഞ്ച് ആ ആ സെലക്ട് ചെയ്യുന്നു. ഒരു മിനിറ്റ്. അല്ല, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന മുന്നേ ആ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുന്ന നെയിം ബോക്സിലുള്ള ഇവിടെയാ? ആ ഡ്രോപ്പ് സി ഒന്ന് മാത്രം. നേരത്തെ നിങ്ങൾ സേവ് ചെയ്തിട്ടില്ല. സേവ് ചെയ്ത അവിടെ ലിസ്റ്റ് കാണേണ്ടതാണ്. അപ്പം സേവ് ചെയ്യാത്ത പ്രശ്നമാണ്. ചെയ്തോളൂ, കുഴപ്പമില്ല. യാ, ഇത് ഇതൊന്നുമില്ല. ആ നെയിം ബോക്സിൽ സ്പേസ് ആക്സെപ്റ്റ് ചെയ്യില്ല, അണ്ടർസ്കോർ ഇട്ടാൽ മതി. ഓക്കെ, അതാണ്. യാ, ഓക്കെ, അണ്ടർസ്കോർ ഇട്ടാൽ മതി കേട്ടോ. വന്നില്ലേ?
Yes, ma'am. ഇതന്നെയാണോ നേരത്തെ മീൻബിൽ ആരോ ഒന്ന് പറഞ്ഞിരുന്നു? ഒന്ന് ക്ലോസ് ചെയ്തോളൂ സ്ക്രീൻ. Okay. സേവ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അണ്ടർസ്കോർ ഇടാത്ത പ്രശ്നമായിരിക്കാം. ബാക്കിയെല്ലാം ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഡാറ്റ ക്ലീനിങ് ഒന്ന് എടുക്കോ. ഡാറ്റ ക്ലീനിങ്, ഈ ഡാറ്റ ക്ലീനിങ് എന്ന ഷീറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് എന്താ പറയുക, ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ സെറ്റ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചത് കോളം എയിൽ. സപ്പോസ് നിങ്ങൾ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡാറ്റ എക്സ്പോർട്ട് ചെയ്തപ്പം അൺഫോർച്ചുനേറ്റ്ലി എല്ലാ ഇൻഫർമേഷനും ഒരു സിംഗിൾ സെല്ലിൽ തന്നെ വന്നു. ഇവിടെ കാണാൻ പറ്റും ഇൻവോയ്സ് നമ്പർ, സെയിൽസ്മാൻ, സെയിൽസ് സോൺ, കൺട്രി, സോ ആൻഡ് സോ, അല്ലേ? എല്ലാ ഇൻഫർമേഷനും ഒന്നിൽ തന്നെ വന്നു. എനിക്ക് വേണ്ടത് എല്ലാം അത് സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് റെസ്പെക്റ്റീവ് ഫീൽഡിൽ കോളത്തിൽ ഇത് ജനറേറ്റ് ചെയ്യണം. അതും സ്പെഷ്യൽ ക്യാരക്ടർ ഒന്നും വേണ്ട കേട്ടോ. ഇവിടെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, കോമൺ ഉണ്ട്, ആസ്ട്രിക് സൈൻ ഉണ്ട്. ഇതൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണം എല്ലാം ഇതിൽ തന്നെ വന്നു. അപ്പം ഞാൻ അത് സെപ്പറേറ്റ് ചെയ്യാണ്. കോളൊന്നും വേണ്ട, കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. സെയിൽസ്മാൻ മാത്രം സെലക്ട് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. അത് ഫസ്റ്റ് റോക്ക് മാത്രം നമുക്ക് ഒരുമിച്ച് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാം. സ്പെഷ്യൽ ക്യാരക്ടർ ഒന്നും വേണ്ട, ചെയ്തോളൂ. സെയിൽസ് സോൺ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. കൺട്രി ഫ്രാൻസ് കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. പേയ്മെന്റ് മോഡ് ചെക്ക് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. യൂണിറ്റ് പ്രൈസ് കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ചെയ്തു. അതായത് എനിക്ക് വേണ്ട ആ ഒരു പാറ്റേൺ ഞാൻ നിങ്ങളും കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം എനിക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാന്നുള്ളത് അത്രയും ബുദ്ധിമുട്ടാണ്. കാരണം ഓൾമോസ്റ്റ് ഒരു ഇവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. കൺട്രോൾ ഡൗൺ ആരൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 8040 ലൈൻ ഐറ്റംസ് ഉണ്ട്. ഈ ഷോർട്ട് കട്ട് കീൻ്റെ ഒക്കെ ഒരു PDF ഞാൻ അയച്ചു തരാം കേട്ടോ. അതായത് ഷോർട്ട് കട്ട് കീക്ക് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 400+ ഷോർട്ട് കട്ട് കീസ് ലേറ്റസ്റ്റ് വേർഷനിലുണ്ട്. എല്ലാം ബൈ ഹാർട്ട് ആക്കാന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന വളരെ ടൈലർ മെയ്ഡ് ഇതും കൊണ്ടുള്ള ഒരു 35 ഷോർട്ട് കട്ട് കീസിൻ്റെ ഒരു PDF ഞാൻ ഉടൻ തന്നെ അറ്റാച്ച് ചെയ്ത് തരാം. അത് അറ്റാച്ച് ചെയ്ത ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ആ PDF പ്രിന്റ് ചെയ്യുക. നിങ്ങൾ വർക്ക് സ്റ്റേഷൻ ഉണ്ടാവും, വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിലാണ്, അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഒരു മാക്സിമം 6 മന്തിലുള്ള അത് നിങ്ങൾ എടുത്ത് കളയും. കാരണം ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ കൺട്രോൾ ഡൗൺ ആരൊക്കെ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ഓൾമോസ്റ്റ് 8040 ലൈൻ ഐറ്റംസ് ഉണ്ട്. ഇപ്പം നമ്മൾ ആലോചിക്കും എത്രയും ലൈൻ ഐറ്റംസ് നമ്മൾ മാനുവലി ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതിൽ. എൻ്റെ റിക്വയർമെന്റ് എല്ലാവർക്കും മനസ്സിലായോ? ഇപ്പം പറഞ്ഞ സംഭവം മനസ്സിലായോ? യെസ് യെസ് യെസ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഫോർ എക്സാമ്പിൾ ആദ്യം നിങ്ങൾ സിസ്റ്റത്തിനോട് പറയാം, ദിസ് ഇസ് ഹൗ ഐ വാണ്ട് ഫോർ റെസ്റ്റ് ഓഫ് റോസ്. അപ്പോൾ ആദ്യം നിങ്ങളൊരു പാറ്റേൺ കൊടുക്കണം. ശേഷം നിങ്ങൾ കേഴ്സർ പ്ലേസ് ചെയ്യുക ഇൻ സെൽ B3. സെൽ B3 കേഴ്സർ പ്ലേസ് ചെയ്യുക. ശേഷം പ്രസ് കൺട്രോൾ ഇ ഫോർ എലിഫാന്റ്. നെക്സ്റ്റ് സെൽ സെലക്ട് ചെയ്യുക, കൺട്രോൾ ഇ കിട്ടുന്നുണ്ടോ ആ പാറ്റേൺ? ഉണ്ട്. അല്ലേ? റിസൾട്ട് ഇങ്ങനെ പെരുന്നുണ്ടാവും ക്വിക്കായിട്ട്. എന്തായിരുന്നു സർ ഒന്നുകൂടെ പറയൂ. ഒറ്റ സെക്കൻഡ്, 1 സെക്കൻഡ്. സെല്ല് സെലക്ട് ചെയ്യുക B3, കൺട്രോൾ ഇ പ്രസ് ചെയ്താൽ മതി.
ആദ്യം പാറ്റേൺ കൊടുത്ത ശേഷം B3 കേഴ്സർ പ്ലേസ് ചെയ്യുക. കൺട്രോൾ ഇ, അഗെയിൻ സെല്ല് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് C3 സെലക്ട് ചെയ്യുക. കൺട്രോൾ ഇ. സോ ഈ ഒരു ഫീച്ചറിന്റെ പേരാണ് ഫ്ലാഷ് ഫിൽ എന്ന് പറയും. ചില ആൾക്കാർക്ക് അറിയുന്നുണ്ടാവാം, വർക്ക് ചെയ്യുന്നുണ്ടാവാം, അറിയാത്ത ആൾക്കാരുണ്ടാവാം. ആക്ച്വലി 2013 വേർഷനിലാണ് മൈക്രോസോഫ്റ്റ് ഈ ഒരു ഫീച്ചർ കൊണ്ടുവന്നത്. അപ്പം ഇത് ഈ ഫീച്ചറൊക്കെ ചില ഈ കോർപ്പറേറ്റ് ട്രെയിനിങ് എടുക്കുമ്പം കുറെ പ്രോ ലെവലിലുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ, അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവരെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, ബട്ട് സ്റ്റിൽ എന്നാലും ചോദിക്കുക അവർ. ഇതൊക്കെ ഒരേ പാറ്റേണിലല്ല ഉണ്ടാവുക. ഒരു പാറ്റേൺ ഇവിടുത്തെ മാറിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? റിസൾട്ട് കിട്ടും, ആ പാറ്റേണിന്റെ മാത്രം ഇൻകറക്റ്റ് ആവും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഞാൻ ഇൻഡിവിജ്വലി സെലക്ട് ചെയ്തുകൊണ്ടാണ് കൺട്രോൾ ഈ പ്രസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് എനിക്ക് അറ്റ് എ ടൈം ഈ റേഞ്ച് സെലക്ട് ചെയ്തുകൊണ്ട് കൺട്രോൾ ഈ വർക്ക് ചെയ്തിട്ടുള്ള? ഇത് ലേറ്റസ്റ്റ് വേർഷനിൽ പോരായ ഓപ്ഷൻ ഇല്ല, അതന്നെ വലിയ കിട്ടലാണ്. അപ്പം മേ ബി ഫ്യൂച്ചറിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഓരോ സെല്ല് സെലക്ട് ചെയ്തുകൊണ്ടായിരിക്കണം കൺട്രോൾ ഈ പ്രസ് ചെയ്യേണ്ടത്. അതൊരു പാറ്റേൺ കൊടുക്കണം. ഫ്ലാഷ് ഫിൽ എന്നാണ് ഇതിന്റെ പേര്, ഫ്ലാഷ് ഫിൽ. ഇതിപ്പോ ഞാൻ കൺട്രോളിൽ കാണിച്ചത് ഫ്ലാഷ് ഫില്ലിന്റെ ഷോർട്ട് കട്ട് കീ ആണ്. അത് മാനുവലി ആ റിബൺ എങ്ങനെ സെലക്ട് ചെയ്യുന്നത് നോക്കാം. ഡാറ്റയിൽ പോയിട്ടുണ്ടെങ്കിൽ ഡാറ്റ ടൂൾസ് എന്നുള്ള ഗ്രൂപ്പ് കാണാം മുകളിൽ. അതിലൊരു ഫ്ലാഷ് ഐക്കൺ കാണാം, ഫ്ലാഷ് ഫിൽ എന്നുള്ള ഐക്കൺ കണ്ടല്ലേ? അതില് ബ്രാക്കറ്റിൽ കൺട്രോൾ ഇ എന്നുള്ള ഓപ്ഷൻ കാണാം അല്ലെ? അതിന്റെ ഡെഫിനേഷൻ വായിച്ചു നോക്കൂ. ഓട്ടോമാറ്റിക്കലി ഫിൽ ഇൻ ദ വാല്യൂസ്, എൻ്റർ എ കപ്പിൾ ഓഫ് എക്സാമ്പിൾ യു വാണ്ട് ആസ് എ ഔട്ട്പുട്ട്. അതായത് ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് റിസൾട്ട് തരും, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഒരു കപ്പിൾ ഓഫ് എക്സാമ്പിൾ കൊടുക്കണം. അതായത് മുകളിൽ കൊടുത്ത പാറ്റേൺ ഒരു എക്സാമ്പിൾ മുകളിൽ കൊടുത്തു, അല്ലാണ്ട് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ഇട്ടാൽ കംപ്ലീറ്റ് കിട്ടില്ല. ആദ്യം ഒരു പാറ്റേൺ കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു കേസ് അവിടെ കിട്ടാം. വേറെ നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ പറയാണ്, ഒരു കോളത്തിൽ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ സർ നെയിം ഉണ്ട്, പാസ്പോർട്ടുള്ള പോലെ തന്നെ. ഈ ഒരു ഫോർത്തിൽ എനിക്ക് ഫുൾ നെയിം കിട്ടണം. ആദ്യം നിങ്ങൾ എന്താക്കുക, കംപ്ലീറ്റ് ഒരു പാറ്റേൺ കൊടുക്കണം, പിന്നെ കൺട്രോൾ ഇ. അല്ലെങ്കിൽ ഇവിടെ ISD കോഡ് ഉണ്ട്, ഇവിടെ ആണെങ്കിൽ മൊബൈൽ നമ്പർ ഉണ്ട്, ക്ലബ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ US +1 അല്ലെങ്കിൽ 971 UAE അല്ലെങ്കിൽ 91 ഇന്ത്യ ആണെങ്കിൽ അത് മെർജ് ചെയ്തും കൊണ്ടൊരു പാറ്റേൺ വേണം. കൺട്രോൾ ഇ. അതിന്റെ മുന്നേ എന്ത് കൊടുക്കണം? പാറ്റേൺ കൊടുക്കണം. ക്ലിയർ ആയോ? കിട്ടുന്നുണ്ടോ നോക്കി നോക്കൂ. ഡേറ്റ് ഫോർമാറ്റിലാകുമ്പോൾ മനസ്സിലായോ? ഡേറ്റ് ഫീൽഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിലോ? ഡേറ്റ് ഫീൽഡ് അത് ലൈക്ക് എങ്ങനെ അത് മനസ്സിലായി? അതായത് ഡേറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അത് ചോദിക്കുന്നത് ഇതിന്റെ കൂടെ അതായത് ഒരു കോളത്തിൽ നമ്മൾ ഡേറ്റ് മാത്രം ആഡ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ഫോർമാറ്റിൽ ഡേറ്റ്സ് വരികയാണെങ്കിൽ അത് ഫ്ലാഷ് ഫില്ല് വർക്ക് ആവുമെന്നുള്ളത്. ഇല്ല, അതിന് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഡേറ്റ് കറക്റ്റ് ചെയ്യണം. ഇപ്പോൾ അവർക്ക് ഒരു ഞാൻ കാണിച്ചു തരാം. ഡേറ്റ് വേറെ തന്നെ കോംപ്ലിക്കേറ്റ് ചെയ്യാം, വർക്ക് ആവും. പക്ഷേ ഡേറ്റുമായി ബന്ധപ്പെട്ട് ഡേറ്റിന്റെ കറക്റ്റ് ഫോർമാറ്റ് കിട്ടില്ല, ടെക്സ്റ്റിലേക്ക് മാറുന്നത്, പിന്നെ കാൽക്കുലേഷൻ അത് ബാധിക്കും. ഡേറ്റിന്റെ ഞാൻ എടുത്തു തരാം. ഓക്കെ. റിസൾട്ട് കിട്ടുന്നുണ്ട് ബാക്കി എല്ലാവർക്കും? സർ മാനുവൽ ഫ്ലാഷ് ഫില്ലിന്റെ എങ്ങനെയാണ് ഡേറ്റ? സെല്ല് സെലക്ട് ചെയ്യുക, ശേഷം ഡേറ്റയിൽ പോയിട്ടുണ്ടെങ്കിൽ ഡേറ്റ ടൂൾസ് എന്നുള്ളൊരു ഗ്രൂപ്പ് കാണുന്നുണ്ടോ? അതിൽ ഫ്ലാഷ് ഫില്ല് കാണുന്നില്ലേ? ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോ ഓക്കെ, അത് നമ്മൾ സെപ്പറേറ്റ് ഇൻഡിവിജ്വലി രണ്ടും കൺട്രോൾ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് കിട്ടില്ല. ഇൻഡിവിജ്വൽ സെല്ല് സെലക്ട് ചെയ്യണം. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് പവർ ഓഫ് എക്സൽ ടേബിൾ ഒന്ന് എടുക്കോ. പവർ ഓഫ് എക്സൽ ടേബിൾ എടുത്തു. ഇതിൽ നിങ്ങളെ മുന്നിൽ കാണുന്ന ഈ ഡാറ്റ സെറ്റ് അല്ലേ, എൻ്റെ സ്ക്രീനും നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഞാൻ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുന്നു. എൻ്റെ സ്ക്രീൻ ശ്രദ്ധിക്കട്ടോ. ഹോം ടാബിൽ പോയിട്ട് ഒരു ബോർഡർ ലൈനൊക്കെ കൊടുക്കുന്നു. ഈവൻ ഞാനൊരു ഫോണ്ടിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി കോമൺ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ആ, ഇത് ആക്ച്വലി ഒരു ടേബിൾ ആണത്. എന്ത് പറയുന്നു? ഇസ് ഇറ്റ് ടേബിൾ ഓർ നോട്ട്? No, no, അല്ല it's not a table. അല്ല അല്ല, എല്ലാവരും ടേബിൾ അല്ല എന്നാ പറയുന്നത്. പക്ഷെ ഇത് ടേബിളിന്റെ പോലെയാണോ കാണാൻ? യെസ്. ടേബിൾ അല്ല, ലുക്ക് ലൈക്ക് എ ടേബിൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. Yeah. ബാക്കിയുള്ള കുറെ ആൾക്ക് സൈലന്റ് ആണല്ലോ. ചാറ്റിലിടാം. ഹെസിറ്റേഷൻ ആണെങ്കിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ ഇത് ടേബിൾ ആണോ അല്ലേ എന്നുള്ള ചാറ്റിലിടുന്നു. ഇത് രണ്ടാൾക്കാർ എല്ലാ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾ പറഞ്ഞു നിൽക്കണ്ട. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് പറഞ്ഞാൽ മതി. യെസ്, ടേബിൾ. ഇത് ടേബിൾ ആണ് ആനന്ദ്. ഓക്കെ, സെലിമ ടേബിൾ, ഗ്രേറ്റ്. യെസ്, ജേസൺ ടേബിൾ, ടേബിൾ, ടേബിൾ. ഇത് ടേബിൾ ആണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഫർസാന ടേബിൾ. എന്തുകൊണ്ടാണ് ടേബിൾ എന്ന് പറയാൻ കാരണം എന്താ? ആക്ച്വലി ഞാനിങ്ങനെ ഫോർമാറ്റ് ഒക്കെ ചെയ്തുകൊണ്ടാണ്, ബോർഡർ ലൈൻ ഒക്കെ കൊടുത്തുകൊണ്ട്. അതാണോ? അതുകൊണ്ടാണ് ഇപ്പൊ യെസ് എന്ന് പറഞ്ഞ ആൾക്കാരോട് ഞാൻ ചോദിക്കുക കേട്ടോ, ഓപ്പണായി പറയാൻ പറ്റില്ലെങ്കിൽ ഇതിന്റെ ആ ഒരു സ്റ്റൈൽ കണ്ടിട്ടാണോ നിങ്ങൾ പറയുന്നത് ടേബിൾ ആണെന്നുള്ളത്? ഫോർമാറ്റ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. തോന്നുന്നു. ഇത് ടേബിൾ റോസൻ അല്ല. കോളംസ് റോസൻ കോളംസ് എന്തായിരുന്നു? റോസൻ കോളംസ് റോസൻ കോളംസിനുള്ളത് ടേബിൾ ഫോർമാറ്റ്. ഇപ്പൊ നേരത്തെ ടേബിൾ എല്ലാ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. എന്തുകൊണ്ട് എല്ലാ എന്ന് പറയാൻ കാരണം എന്താ? നമ്മൾ കൺട്രോൾ കീ അടിച്ചിട്ട് ടേബിളിൽ ട്രാൻസ്ഫോം ചെയ്തിട്ടില്ലല്ലോ. വെരി ഗുഡ്. അതായത് ഇത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ടേബിൾ, ജസ്റ്റ് ടേബിളർ ഫോർമാറ്റ് ആണ്. ഒരു ഫോർമാറ്റ് മതി, ടേബിൾ അല്ല. ടേബിൾ ഇസ് എ സെപ്പറേറ്റ് ഫീച്ചർ ആണ്. ഇറ്റ്സ് എ ടൂൾ, ഗ്രൂപ്പ് ഓഫ് ടൂൾസ്. അത് വേറെ തന്നെ ഒരു മാജിക്കൽ ഫീച്ചറാണ്. കാരണം പിവോട്ട് ടേബിൾ എന്താന്നുള്ളത് കേട്ടിട്ടുണ്ടാവും. അത് നമുക്ക് ഡെപ്തിലേക്ക് പോവാം, നോ വറീസ്, അതൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അതിന് മുന്നേ ടേബിൾ എന്താണെന്ന് അറിയണം. ടേബിൾ എന്നുള്ള ഫീച്ചർ എക്സലിൽ വന്ന പിവോട്ടിന് മുന്നേ. അപ്പം ആദ്യം ടേബിളിനെ കുറിച്ച് നമുക്ക് നോക്കാം. ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയാം? ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക, വിച്ച് കണ്ടെയ്ൻ എനി ഡാറ്റ. ഔട്ട്സൈഡ് അല്ല, ഇൻസൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക. പ്ലസ് കൺട്രോൾ ടി, ടി ഫോർ ടേബിൾ. കൺട്രോൾ ടി, ഒരു ബോക്സ് വരും ടേബിൾ കൺവേർട്ട് ചെയ്യാനുള്ള. എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഒന്ന് മാറും. അല്ലേ? മാറിയില്ലേ? വേറെ തന്നെ ആയിട്ടുണ്ട് എല്ലായിടത്തും. അല്ലെ? വേറെ തന്നെ സ്റ്റൈൽ ആയിട്ടുണ്ടാവും. ഇപ്പം ഇത് ടേബിളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ടേബിളിലേക്ക് മാറി എന്നുള്ള എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? ഈ കളർ കണ്ടുകൊണ്ട് ജസ്റ്റിഫൈ ചെയ്ത് കേട്ടോ. ടേബിളിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ടാബ് മുകളിൽ കാണാൻ പറ്റും. ടേബിൾ ഡിസൈൻ മുകളിൽ കാണുന്നുണ്ട് എല്ലാവർക്കും. ടേബിൾ ഡിസൈൻ എന്നുള്ളത് ചില വേർഷൻ ഡിസൈൻ ഒക്കെ കാണിക്കുക, കാണുന്നില്ല? വിത്ത് ഗ്രൂപ്പ്, വിത്ത് സെറ്റ് ഓഫ് യുനോ സം റിബൺസ് ഓർ ഫീച്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ മുകളിൽ? അതായത് ഒരു ഡാറ്റ ടേബിളിലേക്ക് മാറി എന്നുള്ളത് ഇതിന്റെ സ്റ്റൈൽ കണ്ടുകൊണ്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. സെല്ല് സെലക്ട് ചെയ്തെങ്കിലും ഡാറ്റ കണ്ടു ചെയ്ത് അപ്പോൾ ഒരു മുകളിൽ ടേബിൾ ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ കാണും. അതിനർത്ഥം ടേബിൾക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ ഔട്ട്സൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കാണില്ല, ഡിസപ്പിയർ ആവും. അതുകൊണ്ടാണ് പറഞ്ഞത് ഇൻസൈഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ടേബിൾ ഞാൻ പറയുന്നത്, ഇനി വലിയ വലിയ ഡാറ്റ സെറ്റ് ഒക്കെ നിങ്ങൾ അനലൈസ് ചെയ്യാൻ നേരത്തെ ഒരു റിപ്പോർട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ടേബിൾ കൺവേർട്ട് ചെയ്യണം കേട്ടോ. അതിന്റെ അപ്പം കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അത് മെയിൻ റീസൺസ്, അതായത് ഒരു 5 to 6 ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇഫ് യു കീപ് ദ ഡാറ്റ ഇൻ നോർമൽ ഫോർമാറ്റ് ഓർ ടേബിളർ ടേബിൾ ഫോർമാറ്റ്. ഇത് ആക്ച്വലി ഞാൻ ടേബിൾ ഫോർമാറ്റ് ഉള്ളത് ടേബിൾ കൺവേർട്ട് ചെയ്തതാണ്. അപ്പം ടേബിളിലേക്ക് കൺവേർട്ട് ചെയ്താലുള്ള കുറച്ച് ബെനിഫിറ്റ് ആവുന്ന അല്ലെങ്കിൽ ടൈം സേവ് ആവുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഫസ്റ്റ് ഫീച്ചർ ബൈ ഡീഫോൾട്ട്, അത് വലിയ ഫീച്ചർ ഒന്നല്ല, ബൈ ഡീഫോൾട്ട് കാണാൻ പറ്റുന്നത് ഫിൽട്ടർ ഐക്കൺ കാണാൻ പറ്റും അല്ലേ? അത് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഏതെങ്കിലും സെൽ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് എൽ ക്ലിക്ക് ചെയ്താൽ മതി. അത് റിമൂവും ഓപ്ഷൻസിലോ ഷോർട്ട് കട്ട് കീയാണ്. ഷിഫ്റ്റ് കൺട്രോൾ എൽ, അതാണ് നമ്മുടെ ഫിൽറ്ററിന്റെ ഷോർട്ട് കട്ട് കീ. അത് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ ഒഴിവാക്കാം. അത് അവിടെ നിന്നോട്ടെ, ഏത് ഫിൽറ്ററിന്റെ ഓപ്ഷൻ. രണ്ടാമത്തെ ഒരു ഫീച്ചർ, ബൈ ഡീഫോൾട്ട് ഫിൽറ്റർ ഉണ്ടാവും. രണ്ടാമത്തെ ഫീച്ചർ, ഞാൻ ഈ ഡാറ്റ സെറ്റിൽ ബൈ ഡീഫോൾട്ട് ആയി കിടക്കുന്ന കോളത്തിന്റെ ഹെഡിങ് എന്താ? ABC ഒക്കെയാണ് കിടക്കുന്നത്. ഡേറ്റന്റെ ഹെഡിങ് എന്താ? ഇൻവോയ്സ് ഡേറ്റ്, ഇൻവോയ്സ് നമ്പർ. അപ്പൊ ഞാൻ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് ABC ഉള്ളത് ആക്ച്വൽ ഹെഡിങ് ആവും ഡാറ്റ സെറ്റിന്റെ. കണ്ടോ? ABC മാറി. നമുക്കത് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഓട്ടോ ഫ്രീസിങ് ആയി. നമ്മൾ മാനുവലി ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കിക്കോ, താഴത്തേക്ക് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ? എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ? യെസ് ഓർ നോ?
യെസ് യെസ് യാ അതാണ് സെക്കൻഡ് ഫീച്ചർ അല്ലേ? ഓട്ടോ ഫ്രീസിങ്, ഹെഡിങ് ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല മാനുവലി. അടുത്ത ഫീച്ചർ വേറെ ഒന്ന് കാണിച്ചു തരാം. ഒരു ഹെഡിങ്, ഐ മീൻ ഒരു ഹെഡിങ് കോളം ഇവിടെ കൊടുക്കും. കമ്മീഷൻ ഒന്ന് എൻ്റർ ചെയ്യാം. കമ്മീഷൻ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പാറ്റേൺ താഴത്തേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ അതല്ല ഫീച്ചർ, മെയിൻ ഫീച്ചർ കാണിച്ചത്. കമ്മീഷൻ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു 10% ഓൺ റവന്യൂ ആണ്. അതായത് 140 കിട്ടുക. അപ്പം എൻ്റെ സ്ക്രീൻ നോക്കിയോളൂ. സാധാരണ ഒരു ഇത് ടേബിൾ ആക്കിയില്ലെന്ന് അസ്യൂം ചെയ്യുക. ആ കേസിൽ ഞാൻ ഈക്വൽ ടു, ഇപ്പം എനി ഫങ്ഷൻസ് ഓർ ഫോർമുലാസ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഈക്വൽ ടു ഇൻ എക്സൽ, റൈറ്റ്? ഈക്വൽ ടു 10% ഇൻടു, ഞാൻ ഈ സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതുവേ എന്താ കാണിക്കുക? F2 എന്നല്ല കാണിക്കുക. പക്ഷെ ടേബിൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മീനിങ് ഫുൾ ആയിട്ടുള്ള സെൽ റെഫറൻസ് കിട്ടും. സി, നമുക്ക് വായിക്കാൻ എളുപ്പമായി. 10% ഇതിന്റെ മേലെ റവന്യൂന്റെ മുകളിൽ നിന്ന് കാണിക്കും. ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ഫിൽ ആയിട്ട് വന്നിട്ടുണ്ടാവും. നോക്കിയോ അത്? പറയാമോ? മനസ്സിലായില്ല? ഒന്നുകൂടെ ഒന്ന് പറയാം, ലാസ്റ്റ് പറഞ്ഞേ. ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ഈക്വൽ ടു 10% ഇൻടു, എനിക്കൊരു കാൽക്കുലേഷൻ വേണമെന്ന് വിചാരിക്കുക. ഞാൻ അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ, F2ക്ക് പകരം റവന്യൂ എന്നാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് റീഡ് ചെയ്യാൻ എളുപ്പമായി. ഞാൻ എൻ്റർ ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്മൾ ഫോർമുല ബാറിലൂടെ കാണാൻ പറ്റും. എന്താ പറയാ, ഇതിന്റെ മേലെയാണ് 10% റവന്യൂന്റെ മേലാണ് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത്. മറ്റേതാണെങ്കിൽ F2 എന്നാണ് കാണിക്കാം. പക്ഷെ അതിനുശേഷം F2 ഏതാണ് ഐഡന്റിഫൈ ചെയ്യണം. റവന്യൂ ആണ്. അപ്പൊ ടൈം കുറച്ച് ലാഭിക്കാം. ആ സെൽ റെഫറൻസ് മനസ്സിലായില്ല? ആ കാൽക്കുലേഷൻ സ്ട്രൈറ്റ് അവിടെ കാണിക്കുകയാണ്. മറ്റേ F2 എന്നല്ല കാണിക്കുക. ഇതിന്റെ ഫീച്ചർ മനസ്സിലായി? ഞാൻ ഇപ്പം പറഞ്ഞ സംഭവം എന്താ ഗുണം എന്നുള്ളത്? മനസ്സിലായി. അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു അഡ്റൈറ്റ് പറഞ്ഞ സംഭവം കാണാം. ഒരു ഓപ്പൺ സ്ക്വയർ ബ്രാക്കറ്റ്. ഇത് അഡ്റൈറ്റ് ഉദ്ദേശിക്കുന്ന ടേബിൾ കൺവേർട്ട് ചെയ്താൽ ഒരു സെല്ല് റെഫറൻസ് പിക്ക് ചെയ്യുമ്പോഴുള്ള അതിന്റെ ഫോർമാറ്റ് ആട്ടോ, അല്ലെങ്കിൽ വേറെ ഫംഗ്ഷന്റെ ഭാഗമല്ല. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഒരു വലിയ വലിയ ഡാറ്റ സെറ്റ് ഒരാൾക്കൊന്നും ഒരാഴ്ചത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫോർമുല ബാറിലൊക്കെ ഭയങ്കര ലെങ്തി ആയി തോന്നും. അതിന്റെ കൂടെ അഡ്റൈറ്റ് കാണാം. അതിനടുത്ത് എന്താ, ഈ ടേബിൾ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ വായിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. കാൽക്കുലേഷൻ ഉണ്ടല്ലോ, ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് എഴുതുന്ന പിക്ക് ചെയ്തെന്നുള്ളതൊക്കെ ഇതായിരിക്കും ഒന്നും കൂടി അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വേറെ ഫീച്ചർ, ഈ ടേബിൾ ഡിസൈൻ ക്ലിക്ക് ചെയ്യുന്നു. മുകളിലുള്ള ടേബിൾ ഡിസൈൻ. ഈ ടേബിൾ ഡിസൈനിൽ നമുക്ക് വേണമെങ്കിൽ ഡിസൈൻ ഒക്കെ മാറ്റാട്ടോ. അതൊക്കെ പ്യൂർലി സെൽഫ് എക്സ്പ്ലനേറ്ററി, നമുക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ ടേബിൾ ഡിസൈനിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് റിബൺസ് ഇവിടെ കാണും. ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസിൽ കാണുന്നില്ലേ ലെഫ്റ്റിൽ? അതിൽ ടോട്ടൽ റോ കാണുന്നുണ്ട്. നിങ്ങൾ സിസ്റ്റർ ടോട്ടൽ റോ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ടോട്ടൽ റോ കിട്ടുന്നുണ്ടോ? ടോട്ടൽ റോ ഈ ടോട്ടൽ റോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ ടോട്ടൽ 3138 എന്നത് ടോട്ടൽ മാത്രമല്ല, നമുക്ക് ഈസി ആയിട്ട് വേറെ ഫംഗ്ഷനിലേക്ക് സ്വിച്ച് ചെയ്യാം. ആ സെല്ല് സെലക്ട് ചെയ്യുക ടോട്ടലിന്റെ. നെക്സ്റ്റ് ഒരു ഡ്രോപ്പ് ഡൗൺ കാണാം, കണ്ടില്ലേ? അത് കൗണ്ടിലേക്ക് മാറ്റാം, ആവറേജിലേക്ക് മാറ്റാം. കിട്ടുന്നുണ്ടോ? അത് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മാക്സിമത്തിലേക്ക് മാറ്റാം. അതേപോലെ നെക്സ്റ്റ് സെല്ല് സെലക്ട് ചെയ്യാം, അവിടെയും കാണാം ഡ്രോപ്പ് ഡൗൺ കാണാം ഏറ്റവും താഴെ. സമ്മിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ കൗണ്ടിലേക്ക് മാറ്റാം. നമ്പേഴ്സിന് അത് എഫക്റ്റ് ആവും കേട്ടോ, നല്ല രീതിയിൽ നോക്കിയോ. സാറേ, ടോട്ടൽ കോളം നമ്മൾ ആഡ് ചെയ്യുവാണ് എക്സ്ട്രാ. മനസ്സിലായില്ല? ടോട്ടൽ ഇത് ആ ടോട്ടൽ നമ്മളത് പുതിയതായിട്ട് ആഡ് ചെയ്തെടുക്കുവാണോ? അതെ, ടോട്ടൽ ആഡ് ചെയ്ത് കിട്ടില്ലെന്നോ? അല്ല, ആ ഒരു
സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. താഴെ അത് നമ്മൾ ആ ഇതാ സമ്മ് കിട്ടി. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല? നിങ്ങൾ എന്തായിരുന്നു? അല്ല, ടോട്ടൽ എന്ന് പറഞ്ഞ പുതിയൊരു നമ്മൾ ആഡ് ചെയ്യുമായിരുന്നത്, സെല്ല് ക്രിയേറ്റ് ചെയ്തെടുക്കുമായിരുന്നോ? അല്ലല്ല, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാ. ടേബിൾ ഡിസൈനിൽ പോയിട്ട് ടോട്ടൽ റോ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടാ, ഞാൻ ടേബിൾ മാനുവലി ആഡ് ഡിസൈനിൽ ചെയ്തല്ല. ടോട്ടൽ റോ. യാ, ഓക്കെ. ആ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, ഈവൻ ഞാൻ ആ സെല്ല് ടോട്ടൽ സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ മുകളിൽ സബ് ടോട്ടൽ എന്നുള്ള ഫംഗ്ഷൻ അനുസരിച്ചൊക്കെ വന്നത്. അത് ആരാ ക്രിയേറ്റ് ചെയ്തത്? ബാക്ക് എൻഡിൽ സിസ്റ്റം തന്നതാ. പക്ഷെ സബ് ടോട്ടലിന്റെ ടോപ്പിക് ഞാൻ പറഞ്ഞുതരാം എന്താന്നുള്ളത് വ്യക്തമായിട്ട് കേട്ടോ. അത് മാത്രമല്ല, അതിന്റെ ഒരു പ്രത്യേകത, ഞാനിപ്പോൾ ഫിൽട്ടർ ചെയ്താൽ, ഫോർ എക്സാമ്പിൾ സെയിൽസ്മാൻ എന്നുള്ളത് ഒരു റാൻഡംലി ഒരു 3-4 പേരെ സെല്ല് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ അടിച്ചാലും താഴെ അത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് മാറുന്നുണ്ട്. കണ്ടില്ലേ ടോട്ടൽ? കണ്ടില്ലേ? ഈവൻ ഞാൻ വീണ്ടും ആഡ് ചെയ്യാം, ചേഞ്ച് ചെയ്യാവുന്നത് കാണാം. ഓരോന്നും ഇവിടെ ഫ്ലെക്സിബിൾ ആയിട്ട് ഭയങ്കര ഒരു ഡൈനാമിക് ആയിട്ട് ഇങ്ങനെ കാൽക്കുലേഷൻ മാറുന്നത് കാണാം. സം ഫംഗ്ഷൻ ആണെങ്കിൽ സ്റ്റാറ്റിക് ആയി നിൽക്കും. ഇതാകുമ്പോൾ ഡൈനാമിക്കാണ്. വീണ്ടും ഞാൻ ഫിൽട്ടർ ചെയ്തുകൊണ്ട് അതിന്റെ അകത്ത് ഞാൻ വേറൊരു ഇൻവോയ്സ് നമ്പർ സെലക്ട് ചെയ്യുന്നു, വീണ്ടും മാറുന്നത് കാണാം. കണ്ടില്ലേ? ഏറ്റവും ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. അത് ഫിൽട്ടർ ചെയ്ത് വെച്ച് ആ വാല്യൂന്റെ ടോട്ടൽ മാത്രമേ താഴത്ത് കാണിക്കുകയുള്ളൂ. കിട്ടുന്നുണ്ടോ ഓഫ് യു? ലാസ്റ്റ് പറഞ്ഞത് ഒന്നുകൂടി പറയോ? ആ ഫിൽട്ടർ. ഫിൽട്ടർ ഉണ്ടാ? അതെ അതെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇത് മൊത്തം ടോട്ടൽ അല്ല ഇവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഫിൽട്ടർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഇതില് കുറച്ച് പേര്, ഒരു 3-4 പേരെ ഒരു 5-6 പേരെ ഞാൻ ഫിൽട്ടർ ചെയ്ത് വെക്കണം. ആ ഫിൽട്ടർ ചെയ്തതിന്റെ ടോട്ടൽ വിസിബിൾ വാല്യൂന്റെ ടോട്ടൽ മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ. കണ്ടില്ലേ? മൊത്തം കാണിക്കുന്നില്ല. ഇതിനും ഞാൻ വീണ്ടും ഒരാളെ ഒഴിവാക്കുന്നു, വീണ്ടും അവിടെ അഡ്ജസ്റ്റ് ആവും. കണ്ടില്ലേ ടോട്ടൽ? ഇത് സം ഫംഗ്ഷൻ ആണെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ട് ഓവറോൾ ഫിക്സഡ് വാല്യൂ കാണിക്കുള്ളൂ. സബ് ടോട്ടൽ ഫംഗ്ഷൻ അവിടെ ഇൻസേർട്ട് ചെയ്ത് വന്നത്, അതുകൊണ്ട് ഫ്ലെക്സിബിൾ ആണ്. ഫിൽട്ടർ ഇവിടെ വിസിബിൾ സെൽസിൽ റോ മാത്രമേ ഇവിടെ കാണിക്കുള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയി, ക്ലിയർ ആയി. Yeah. ഈ ഒരു 5 മിനിറ്റ് തരാം. ഈ എക്സൽ ടേബിളിൽ ഇപ്പൊ 5-6 ഫീച്ചർ കാണില്ല. ഒന്നും കൂടി ട്രൈ ചെയ്യോ, ഡിലീറ്റ് ചെയ്തുകൊണ്ട് പ്ലീസ് ഒന്ന് റീക്യാപ്പ് ചെയ്യോ. സാറ് നമ്മൾ ടോട്ടൽ റോ എടുത്തു കഴിയുമ്പോഴത്തേന് ഫൈനലിന്റെ മാത്രമല്ല കിട്ടുന്നത്, അതിന് ഓരോന്നിന്റെ സെപ്പറേറ്റ് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് സാറേ? എങ്ങനെ സെപ്പറേറ്റ്? ഇതിന്റെ കമ്മീഷൻ ഏതാ? അതെ സാറേ. കമ്മീഷൻ എന്താ പറഞ്ഞത്? കമ്മീഷൻ നമ്മൾ ടോട്ടൽ കിട്ടിയില്ലേ? അപ്പൊ ഓരോന്നിന്റെ സാറ് ടോട്ടൽ എടുത്തില്ലായിരുന്നോ? മനസ്സിലായി. അപ്പൊ അതിന്റെ സെൽ ബ്ലാങ്ക് സെൽ ഉണ്ടാവും. ക്ലിക്ക് ചെയ്ത് അവിടെ ഡ്രോപ്പ് ഡൗൺ കാണാൻ പറ്റും താഴെ. കണ്ടില്ലേ? ഇത് സെലക്ട് ചെയ്യാതെ തന്നെ അവിടെ ഡ്രോപ്പ് ഡൗൺ കാണും. കമ്മീഷൻ തൊട്ടടുത്ത സെൽ സെലക്ട് ചെയ്താൽ മതി, ഡ്രോപ്പ് ഡൗൺ കാണാം. ബൈ ഡീഫോൾട്ട് എം ടി ആയിരിക്കും, ഓക്കെ സാർ. പക്ഷെ ഇത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ സാർ, താങ്ക് യു. സാർ അണ്ടോ അല്ലാതെ നമ്മൾ ഇതുവരെ ചെയ്ത് പെട്ടെന്ന് ഒരുമിച്ച് കളയാനുള്ള എന്തെങ്കിലും ഷോർട്ട് കീ ഉണ്ടോ? അണ്ടു അല്ലാണ്ട് എങ്ങനെ ഒരുമിച്ച് കളയാനുള്ളത്? അതായത് ഇപ്പൊ നമ്മളിപ്പോ ചെയ്ത ഫീച്ചേഴ്സ് എല്ലാം ഒരു പെട്ടെന്ന്, അതായത് ഓരോന്നോരോന്ന് കളയാതെ ഒരുമിച്ച് കളയാം. ഇപ്പൊ നമ്മൾ കമ്മീഷൻ ടേബിൾ ആഡ് ചെയ്തു, മറ്റേ അങ്ങനെ തന്നെ ഓരോന്ന് ആ കളയാതെ. അണ്ടു ഓപ്ഷൻ തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ ടേബിൾ ഫോർമാറ്റ് കംപ്ലീറ്റ്ലി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ടേബിൾ ഡിസൈനിൽ പോയിട്ട് കൺവേർട്ട് റേഞ്ച് ഉണ്ട്, അത് സെലക്ട് ചെയ്താൽ മതി. ഇവിടെ കാണാം കൺവേർട്ട് റേഞ്ച്. ഓക്കെ സാർ. പിന്നെ നമ്മൾ മാനുവലി ഡിലീറ്റ് ചെയ്യണം, എക്സ്ട്രാ ആഡ് ചെയ്തത്. അണ്ടു ഓപ്ഷൻ തന്നെ.
ടേബിൾ ഫോർമാറ്റ് നോർമലിലൊക്കെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക, ടേബിൾ ഡിസൈനിൽ കൺവേർട്ട് റേഞ്ച് ലെഫ്റ്റിലുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഫോർമാറ്റ് മാറുന്നില്ലല്ലോ, എന്തായിരുന്നു? കളേഴ്സ് മാറുന്നില്ലല്ലോ. കേൾക്കുന്നില്ല. കൺവേർട്ട് റേഞ്ചിലോട്ട് മാറ്റുമ്പോഴേ ആ ഇതിന്റെ കളേഴ്സ് മാറുന്നില്ലല്ലോ. ഇല്ല, മാറില്ല. നോർമൽ മാനുവലി റേഞ്ച് ചേഞ്ച് ചെയ്യണം. മാറുന്നു. കൺവേർട്ട് റേഞ്ച് ഫീച്ചേഴ്സ് മാത്രം ഡിസേബിൾ ആവുള്ളൂ. പിന്നെ വീണ്ടും സെലക്ട് ഓക്കെ ചെയ്തിട്ട് ഒരു മാനുവലി എഫർട്ട് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഓട്ടോമാറ്റിക് കളർ ഓക്കെ മതി. ഓക്കെ. ഓക്കെ, ടേബിളിലൊക്കെ ഇത് കഴിഞ്ഞിട്ടില്ല. ടേബിളിലെ ഫീച്ചേഴ്സ് നമ്മളെ വീലുക്കപ്പിൽ വരുന്നുണ്ട്, പിവോട്ടിൽ വരുന്നുണ്ട്. ഞാൻ കാണിക്കാം കേട്ടോ. ഓക്കെ, നോ വറീസ്. ജസ്റ്റ് ഒരു ബേസിക് സംഭവം എടുത്തത് മാത്രം. നെക്സ്റ്റ്, ലോക്ക് ആൻഡ് ഹൈഡ് ദി ഫോർമുല ഒന്ന് എടുക്കൂ. ലോക്ക് ആൻഡ് ഹൈഡ് ദി ഫോർമുല. ഇതിൽ ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കുകയാണ്, ഒരു ടാസ്ക് ആയിട്ട്. ഒരു 2 മിനിറ്റ് ടൈം എടുക്കാം, വേർബലി അത് ഓപ്പൺ ആയി പറയാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഞാൻ ഒരു പ്രസന്റേഷൻ കൊടുക്കാന്ന് വിചാരിക്കാം. ഈ പ്രസന്റേഷൻ കൊടുക്കാൻ നേരത്ത് അതിൽ ഇന്റേണലി ഇരിക്കുന്ന ആൾക്കാർ മാത്രമല്ല, ഔട്ട്സൈഡേഴ്സ് ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സപ്ലൈസ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ പ്രസന്റേഷൻ നൽകാൻ നേരത്ത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഈ നമ്പറെ കുറിച്ച് കോൺഫിഡൻഷ്യലാണ്, ഇത് കാണരുത് അവർ. അപ്പോൾ അത് ഹൈഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങളായിരിക്കും ഇത് ഇങ്ങനെ ഹൈഡ് ചെയ്താൽ പോരെ, ഏത് ഇങ്ങനെ അത് ഹൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് കോൾ എടുക്കുമ്പോൾ എനിക്ക് അങ്ങനെയല്ല വേണ്ടത്. കുറച്ച് റാൻഡംലി കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പോകാം, ഈ ഒരു കുറച്ച് ആൾക്കാർ, മിഡിൽ ആൾക്കാർ എനിക്ക് ഹൈഡ് ചെയ്യണം. ഇപ്പം ഞാനിപ്പം ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പോകും. ആ ഒരു സെൽ വാല്യൂ മാത്രം ഫോർ ടൈം ബീങ് ഹൈഡ് ചെയ്ത് വെക്കണം. നിങ്ങളുടെ മൈൻഡിൽ വരുന്ന തോട്ട് എന്താ? പറയൂ. ചില ആൾക്കാർ പറയാറുണ്ട് ഫോൺ കളർ വൈറ്റ് ആക്കിയാൽ പോലെ, അതുണ്ടോ മൈൻഡിൽ? ഹൈഡിങ്ങും ഫോൺ കളർ ആയിട്ട് എന്താ ഹൈഡ് ചെയ്യുക സെൽസ്, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ ഫോൺ കളർ, അല്ലാണ്ട് ഒരു ഐഡിയ ഇല്ല. എങ്ങനെ ചെയ്യും? ഈ സെല്ല് മാത്രം എങ്ങനെ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക? ഞാൻ ഇപ്പോൾ പറഞ്ഞു. അത് മാത്രം ചെയ്യാൻ പറ്റില്ല, അറിയില്ല. ഓക്കെ, കുറച്ച് ഡാറ്റ സെറ്റ് ഫോർമാറ്റിൽ ഉണ്ട്. പോയിട്ട് എന്തായിരുന്നു? ഫോർമാറ്റിൽ പോയിട്ട് ടെക്സ്റ്റിൽ ടെക്സ്റ്റില് ടെക്സ്റ്റിൽ പോയിട്ട് പ്രൊട്ടക്ഷൻ എന്നുള്ളത് എടുത്തിട്ട് ഹിഡൻ അത് ക്ലിക്ക് അതായത് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ, ഫോർമാറ്റിൽ പോയിട്ട് നമുക്ക് നോക്കാം. ഫോർമാറ്റിൽ പോയിട്ട് ഇതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഹൈഡ് ഹിഡൻ ഹൈഡ് ആയിട്ടുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഞാൻ ഓക്കെ അടിച്ചാലും അത് അവിടെ തന്നെ ഉണ്ട്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നമ്പേഴ്സ് ഒക്കെ കോൺഫിഡൻഷ്യൽ അല്ല, നമ്പേഴ്സ് എനിക്ക് ഹൈഡ് ചെയ്ത് വെക്കണം. നമ്മളെ കീപാഡിൽ ഉണ്ടല്ലോ, ബൈ ഡീഫോൾട്ട് ക്ലോസ് ടു 40 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്.
പല ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് കോമ അല്ലെങ്കിൽ ബാക്ക് സ്ലാഷ്. ഈ ബ്രാക്കറ്റ് തന്നെ മൾട്ടിപ്പിൾ ടൈപ്പ് ഉണ്ട്. നോർമൽ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കേളി ബ്രാക്കറ്റ്സ് ഉണ്ട്, കോളം ഉണ്ട്, സെമി കോളം ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെമി കോളം, ഇതാണ് സെമി കോളം, ഇത് കോളം അല്ലേ. ഈ സെമി കോളം ഭയങ്കര പവർഫുൾ സാധനം കേട്ടോ. അതായത് ഞാനിപ്പോൾ ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് സെൽസ് എടുക്കുന്നു. ഒരുമിച്ച് ചെയ്യാം പ്ലീസ്, ഒന്ന് ചെയ്തോളൂ. ആ റേഞ്ച് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെൽസ്, അതിൽ നമ്പേഴ്സ് എടുക്കുക. നമ്പേഴ്സിൽ താഴെ കസ്റ്റം ഉണ്ടാവും. കസ്റ്റമിൽ റൈറ്റ് സൈഡ് കാണാം, ടൈപ്പ് എന്നുള്ളൊരു ഫീൽഡ് കാണുന്നുണ്ടോ? ബൈ ഡീഫോൾട്ട് കുറച്ച് ജനറൽ എന്നൊക്കെ കാണും, സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാവും. ഇവിടെ കാണും, ടൈപ്പിൽ നിന്ന് ഫീൽഡ് കാണുന്നു എല്ലാവരും. യെസ്. അതിലേക്ക് ഒരു Yes. സിംഗിൾ സെമിക്കോളം കൊടുത്തോളൂ, ഒറ്റ വട്ടം സെമിക്കോളം, ക്ലിക്ക് ഓക്കെ അടിച്ചു നോക്കൂ. ആ ഏരിയ മാത്രം ഇൻവിസിബിൾ ആയിട്ടുണ്ട് അല്ലേ? നോ. ആയി. പക്ഷെ ആ സെല്ല് സെലക്ട് ചെയ്യുമ്പോൾ മുകളിൽ കാണാൻ പറ്റുക വാല്യൂ കാണാം, പക്ഷെ ഡിലീറ്റ് ആയിട്ടില്ല. തിരിച്ച് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ ഏരിയ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെൽസ്, ഡിലീറ്റ് ചെയ്താൽ മതി. ആ, സാർ ഒന്നുകൂടെ ഒന്ന് പറയാം ആ സാർ. റേഞ്ച് സെലക്ട് ചെയ്യുക ഫസ്റ്റ്, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെൽസ്, കോൾ അല്ല കേട്ടോ, സെമിക്കോൾ ആണ്, അതുകൾക്ക് തെറ്റ് പറ്റുന്നതാണ്. എന്നിട്ട് ഈ റൈറ്റ് ക്ലിക്ക് ഫോർമാറ്റ് സെൽസിന്റെ അകത്ത് ഫസ്റ്റ് നമ്പർ കാറ്റഗറിയാണ് വരിക. അതിന്റെ താഴെ കസ്റ്റം എന്ന് കാണാൻ പറ്റും. കസ്റ്റമിലെ റൈറ്റ് സൈഡ് കാണാൻ പറ്റും, ഒരു ടൈപ്പ് എന്നുള്ള ഫീൽഡ് കാണാം. അതിൽ സെമി കോളം കൊടുക്കാം, നോട്ട് കോളം. ഓക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻവിസിബിൾ ആവും. ഓ ഓക്കെ. ഇനി അത് മാറ്റണമെങ്കിൽ സാറേ സെയിം പറഞ്ഞ പോലെ സെയിം വീണ്ടും ആ റൈറ്റ് സെലക്ട് റൈറ്റ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്താൽ മതി. ചില വേർഷനിൽ സെമിക്കോളം 2 കോളൊക്കെ ആയിട്ട് കാണിക്കും, ഡസൻ ബോദർ. സെൽസ് അവിടെ നമ്പർ കാറ്റഗറി കസ്റ്റമിൽ താഴെ കാണാം, റൈറ്റ് സൈഡ് കാണാൻ പറ്റും, കണ്ടില്ലേ? ഡിലീറ്റ് ചെയ്താൽ മതി, ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഓക്കെ അടിച്ചാൽ മതി. ഓക്കെ. ഓക്കെ, ഇപ്പൊ ഞാൻ കാണിച്ചത് ഇത് ആക്ച്വലി നമ്മുടെ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റിന്റെ ഭാഗമുള്ള ടോപ്പിക് ആട്ടോ, തുടങ്ങിയിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ചെറിയൊരു ട്രിക്ക് കാണിച്ചത്. ഞാൻ നെക്സ്റ്റ് ഞാൻ അങ്ങോട്ടുള്ള കുറച്ച് മെയിൻ ഫീച്ചേഴ്സ് ഉണ്ട്, അതിൽ വേറൊരു സംഭവം കൂടി കാണിക്കുക. അതിന്റെ പിന്നെ തന്നെ ബാക്കി നമുക്ക് ഫർദർ ടുമോറോ കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ഇപ്പൊ ഞാൻ കാണിച്ചത് ഒരു സിംഗിൾ സെല്ലിൽ ഫോർ ടൈമിംഗ് ആൻഡ് ഇൻവിസിബിൾ ചെയ്യുക എന്നുള്ള സംഭവം കാണിച്ചതാണ്. ഇപ്പം ഇതിൽ തന്നെ മൾട്ടിപ്പിൾ ഷീറ്റ്സ് കാണാം, ശ്രദ്ധിക്കണേ. ഒരു വർക്ക് ബുക്കിൽ മൾട്ടിപ്പിൾ ഷീറ്റ് ഉണ്ട്. ഇതിൽ ഒരു ഷീറ്റ് പവർ ഓഫ് എക്സൽ ടേബിൾ എന്നുള്ള ഷീറ്റ് ഉണ്ടല്ലോ, കുറച്ച് കോൺഫിഡൻഷ്യൽ ആണ് വിചാരിക്കുക, ഒരു കേസ് സ്റ്റഡി കേട്ടോ. ഇപ്പം ഞാനിത് ഒരാൾക്ക് അയക്കാൻ നേരത്ത് ഞാൻ അത് ഹൈഡ് ചെയ്തും കൊണ്ടാണ് മൂപ്പർക്ക് അയക്കുന്നത്. ഞാൻ അത് ഹൈഡ് ചെയ്യുന്നു, ഇത് അയക്കുന്നു. സോ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി മൂപ്പർക്ക് ഇത് ഈസി ആയിട്ട് ചെക്ക് ചെയ്തും കൊണ്ട് അൺഹൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? ആണല്ലോ, യെസ് ഓർ നോ? റൈറ്റ്? അതെ അതെ. അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അൺഹൈഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്കത് അയാൾ അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ അൺഹൈഡ് ഫീച്ചേഴ്സ് ഒക്കെ ഡിസേബിൾ ആയി ലോക്ക് ചെയ്ത് വെക്കണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഷീറ്റ് ഒന്ന് ഹൈഡ് ചെയ്തോളൂ. ഹൈഡ് ചെയ്ത ശേഷം നമ്മൾ റിവ്യൂ ടാബ് ഉണ്ടാവും. റിവ്യൂ മുകളിലുള്ള ടാബിൽ പ്രൊട്ടക്ട് എന്നുള്ളൊരു ഗ്രൂപ്പ് കാണാം.
അതിൽ പ്രൊട്ടക്ട് വർക്ക് ബുക്ക് കാണാം. ഷീറ്റ് അല്ല, അത് പിന്നീട് എടുക്കാം. പ്രൊട്ടക്ട് വർക്ക് ബുക്ക്. പ്രൊട്ടക്ട് വർക്ക് ബുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് വരും. പാസ്വേഡ് ഓപ്ഷനിലാണ്, ബട്ട് സ്റ്റിൽ പാസ്വേഡ് കൊടുക്കാം. ഇത് ആക്ച്വലി എന്താണെന്ന് അറിയണം. ഇത് ആക്ച്വലി പ്രൊട്ടക്ട് വർക്ക് ബുക്ക് ഫ്രോം സ്ട്രക്ചർ. അതായത് നമ്മളിവിടെ ഇൻസേർട്ട് ചെയ്യുന്ന ഷീറ്റിന്റെ സ്ട്രക്ചർ ഇല്ലേ, അതായത് ഇപ്പോൾ ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഷീറ്റിന്റെ കളർ മാറ്റാൻ പറ്റരുത്, ഹൈഡ് ചെയ്യാൻ പറ്റരുത്, അൺഹൈഡ് ചെയ്യാൻ പറ്റരുത്, റീനെയിം ചെയ്യാൻ പറ്റരുത്, ഫോർമാറ്റ് ചെയ്യാൻ പറ്റരുത്, അതൊക്കെ ലോക്ക് ചെയ്ത് വെക്കുന്ന. അപ്പം ഞാനിവിടെ ഒരു പാസ്വേഡ് കൊടുക്കാം. 1 2 3 എൻ്റർ 1 2 3 ഹൈഡ് ചെയ്ത ശേഷം കേട്ടോ. ഇനി ഞാൻ അയാൾക്ക് അയച്ചു കൊടുത്ത അയാൾ ജസ്റ്റ് കിട്ടുന്ന ആള് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കിക്കൂ, ആ ഒരു ഓപ്ഷൻസ് ഒക്കെ ഡിസേബിൾ ആയി കിടക്കുക അല്ലേ. ഐഡിയ ചെയ്യാൻ പറ്റില്ല. സോ അണ്ടിൽ അൺലെസ് യു നോ ദി പാസ്വേഡ് ഇറ്റ് കനോട്ട് ബി റിക്കവേർഡ് ഫ്രം ഹിസ് ഹാൻഡ്. അപ്പം വീണ്ടും ആ ഓപ്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ട് വർക്ക് ബുക്കിലേക്ക് വന്നിട്ട് പാസ്വേഡ് കൊടുക്കാം. 1 2 3 എൻ്റർ. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അൺഹൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിക്കിത് മൊത്തം ഇത് കിട്ടുന്നുണ്ടോ? ഇപ്പൊ ഇത് ഈ സംഭവം പറഞ്ഞാൽ കിട്ടുന്നുണ്ടോ? എക്സ്പീരിയൻസ് ചെയ്തോ? റിസൾട്ട് കിട്ടുന്നുണ്ടോ? ഉണ്ട്. യാ. ഇനി എനിക്ക് ഈ മൊത്തം ഷീറ്റ് എനിക്കിത് ലോക്ക് ചെയ്ത് വെക്കണം. അതായത് ഒരു ഡെസ്ക്ടോപ്പിൽ ഐക്കണായി കാണാം എക്സലിന്റെ. അത് എക്സൽ ഷീറ്റ് പാസ്വേഡ് കൊടുത്താലും ഓപ്പൺ ആവുള്ളൂ. ആ ലെവലിൽ എനിക്ക് ലോക്ക് ചെയ്ത് വെക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് ഫയലിൽ പോകും. അത് ആദ്യം സേവ് ചെയ്യുക. ഈ ഷീറ്റ് സേവ് ചെയ്ത് വെച്ചിരുന്നായിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൽ. ഫയലിൽ പോയിട്ട് ഇൻഫോ പ്രൊട്ടക്ട് വർക്ക് ബുക്ക് എൻക്രിപ്റ്റ് വിത്ത് പാസ്വേഡ് ഉണ്ടാവും. കാണുന്നുണ്ടോ? അവിടെ താഴെ കോഷൻ വായിച്ചു നോക്കൂ. ഇഫ് യു ലൂസ് ഓർ ഫോർഗെറ്റ് ദ പാസ്വേഡ് ഇറ്റ് കനോട്ട് ബി റിക്കവേർഡ് ഫോർ യുവർ ഇൻഫർമേഷൻ. അതായത് നമ്മൾ എക്സൽ ഇതിൽ കൊടുക്കുന്ന പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു OTP സിസ്റ്റം ഒന്നും മൈക്രോസോഫ്റ്റ് തന്നിട്ടില്ല. മറന്നു അത് പോയി. അപ്പം പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തോളൂ. 1 2 3 എൻ്റർ. അഗെയിൻ 1 2 3 എൻ്റർ. നിങ്ങൾ സേവ് ചെയ്ത് വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കൂ. ക്ലോസ് ചെയ്യുക ഫയൽ, വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കൂ. പാസ്വേഡ് ചോദിക്കുന്നുണ്ടോ? അല്ലേ, ചോദിക്കുന്നുണ്ട് പാസ്വേഡ് അല്ലേ. ഇത് എനിക്ക് തോന്നുന്നു ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതിൽ. കിടുന്നുണ്ടോ അത്? പാസ്വേഡ് ചോദിക്കുന്നില്ലേ? ഇപ്പൊ എപ്പോഴും നമ്മൾ സിസ്റ്റം ഓപ്പൺ ചെയ്യുമ്പം ആ പാസ്വേഡ് ചോദിച്ചുകൊണ്ട് നിൽക്കും. ഈ പാസ്വേഡ് എങ്ങനെ റിമൂവ് ആവാ? എനിക്ക് ഹലോ
ഈ പാസ്വേഡ് എങ്ങനെ റിമൂവ് ആവും? ഇപ്പൊ കൊടുത്ത പാസ്വേഡ് ഇല്ലേ, അതെങ്ങനെ റിമൂവ് ആക്കാതെ ക്വസ്റ്റ്യൻ? ഇതിൽ പോയിട്ട് അൺപ്രൊട്ടക്ട് അത് മാറ്റുക, ചേഞ്ച് ചെയ്താൽ പോരാ. എവിടെ? അൺപ്രൊട്ടക്റ്റിൽ പോയിട്ട് എവിടെ? റിവ്യൂല് പോയിട്ട് റിവ്യൂല് പോയിട്ട് ഇവിടെ എന്തേ റോൾ ഉണ്ടോ? ഇവിടെ നോക്കൂ, ഞാൻ പാസ്വേഡ് കൊടുത്തല്ലോ. അൺപ്രൊട്ടക്റ്റഡ് ഒന്നും ഒരു ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ. കൊടുത്ത പാസ്വേഡ്, അതായത് കംപ്ലീറ്റ് വർക്ക് ബുക്ക് ലോക്ക് ചെയ്യാൻ പറ്റിയ പാസ്വേഡ്, അതെങ്ങനെ, ആ പാസ്വേഡ് എങ്ങനെ ഒഴിവാക്കാം? അല്ല എപ്പോഴും നിങ്ങൾ പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. പ്രൊട്ടക്ട് ഷീറ്റിൽ തന്നെ ചെയ്തൂടെ? നോട്ട് ഷുവർ. ഓക്കെ, നിങ്ങൾ അത് ചെയ്യുന്നത് ഫയലിൽ പോവാ, ഇൻഫോ പോവാ, നമ്മൾ നേരത്തെ ആ പാസ്വേഡ് പാസ്വേഡ് ഡിലീറ്റ് ചെയ്താണ്. അത്രേ ഉള്ളൂ. പാസ്വേഡ് കൊടുത്ത പാസ്വേഡ് ഇല്ലേ, ബാക്ക് സ്പേസ് അടിച്ചിട്ട് ഡിലീറ്റ് ചെയ്യുക. ഓക്കെ അടിച്ചാൽ പോയിക്കോളൂ കേട്ടോ. ദാറ്റ്സ് ഓൺലി മെത്തേഡ്. ബാക്ക് സ്പേസ് എടുക്കുക, ഡിലീറ്റ് ചെയ്യുക. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ ഓക്കെ. Yeah. ഇന്നത്തെ ടോപ്പിക് ഇതാണ് പ്ലാൻ ചെയ്തത്. ഇന്നെടുത്തതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 5 മിനിറ്റ് ടൈം ഉണ്ട്. നമ്മൾ ഈ ലോക്ക് ആൻഡ് ഹിഡൻ ഫോർമുലയ്ക്കകത്ത് സെല്ലുള്ളത് ഹൈഡ് ചെയ്തില്ലേ, അത് നമ്മൾ ഫോർമുല പറയും കാണിക്കും. അതെങ്ങനെ അതൊന്ന് ഹൈഡ് ചെയ്യാൻ പറ്റും? കാണിക്കാതിരിക്കാൻ. യെസ്, അത് പ്രൊട്ടക്ട് ഷീറ്റിലുള്ള റിബൺ ഉണ്ട്. അത് നാളെ നമ്മൾ കവർ ചെയ്യാം. അതിൽ ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടില്ല ടോപ്പിക്. ഞാൻ പറയാം. നോ വറീസ്. അത് ക്ലിക്ക് ചെയ്യുമ്പം സെല്ലിൽ കാണിക്കില്ല, പക്ഷെ ഫോർമുല ബാർ അതും ഹൈഡ് ചെയ്യുന്ന ഞാൻ കാണിച്ചത്. ടേബിളിൽ വരുമ്പോൾ സ്ലൈസേഴ്സിന്റെ മാക്സിമം അതും പിന്നെ നമ്മൾ കവർ ചെയ്യണം. പിന്നെ സ്ലൈസറും ടൈം ലൈനൊക്കെ ഡെപ്ത് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. ടേബിളത്തെ സ്ലൈസർ വലിയ ഉപകാരമില്ല സാധനമാണ്. ഓക്കെ, പിവോട്ട് ടേബിൾ ഞാൻ കവർ അപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ലൈസർ മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഇന്ററാക്റ്റീവ് ഡാഷ് ബോർഡ് ഞാൻ കാണിച്ചെന്നില്ലേ. ഒരു ഡാഷ്ബോർഡ് ഒക്കെ ക്ലിക്ക് ചെയ്യുമ്പം ഇന്ററാക്ട് ചെയ്യാൻ മെയിനായിട്ട് ഹെൽപ്ഫുൾ ആവാം. അത് ഞാൻ കവറപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ടേബിളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ക്യാച്ച് ചെയ്യും. പിവോട്ടിൽ ത്രൂ ഞാൻ ഡെപ്തായിട്ട് എടുത്തു തരാം. നമുക്ക് റെക്കോർഡിംഗ് വൈകുന്നേരം കിട്ടാൻ ചാൻസ് ഉണ്ടോ? വൈകുന്നേരം മാക്സിമം നോക്കാം കിട്ടാൻ. നോ വറീസ്. ഇന്നലത്തെ ഷെയർ ചെയ്തോന്ന് അറിയില്ല, ഞാൻ ഗ്രൂപ്പിൽ നോക്കി. ഇന്നലത്തെ ഇല്ലായിരുന്നു, റെക്കോർഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇൻഡക്ഷൻ്റെ ഇന്നലെ സെഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ ജസ്റ്റ് ഇൻഡക്ഷൻ, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെഷൻ മാത്രം ഉണ്ടായിരുന്നു. ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടാവും. ഡൗട്ട്സ് ഉണ്ടാവില്ല കേട്ടോ. ഡൗട്ട്സിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലാഗ് ആയി പോകും. അതുകൊണ്ടാണ് തരാത്തത്. ഡൗട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. വീക്ക്ലി സെയിം സമയം തന്നെ ഫ്രൈഡേ ആയിരിക്കും ആ സെഷൻ ഉണ്ടാവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലിരിക്കാം, ചോദിക്കാം. ഇന്നത്തെ ക്ലിയർ ആണോ? ഒരിക്കലും ടു ബേസിക് എന്ന് പറയുന്നില്ല. ചില ആൾക്കാർക്ക് വർക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ട്, പുതിയ പഠിച്ച ആൾക്കാരുണ്ടാവാം. അപ്പോൾ എന്താ പറയുക, എല്ലാം ഒരു ലേണിംഗ് ആയിട്ട് കരുതുക. പിന്നെ ഇന്ററാക്റ്റീവ് ആവുക. കുറച്ചും കൂടി ഒരൊറ്റ സെഷനുള്ളൂ, കുറച്ച് പേര് മാത്രമേ ഇന്ററാക്റ്റീവ് ആവുന്നുള്ളൂ. ഹെസിറ്റേഷൻ ആയിരിക്കാം, ചോദിക്കുക ഓപ്പണായിട്ട്. എനിവേസ് ഞാനത് ലിങ്ക് കാര്യങ്ങളൊക്കെ ഇതിൽ അയച്ചു തരാം. ഒന്ന് റെഫർ ചെയ്ത് നോക്കൂ. ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. ബൈ. താങ്ക് യു. Thank you. Bye. Thank you. Thank you, sir. Thank you, sir. Thank you, sir.